എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ ഒലീവിയ ഡിസൈൻസിനെതിരെയുള്ള ഒരുപാട് അതികഠിനമായിട്ടുള്ള വിമർശനങ്ങൾക്ക് നേരെയുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നോർമലി എൻ്റെ വീഡിയോ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് അല്പം ലെങ്തി ആയിരിക്കും. അപ്പൊ നിങ്ങൾ കാണാനും നമ്മളെ കുറിച്ചിട്ടുള്ള റിപ്ലൈ കേൾക്കാനും ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എനിക്കെതിരെ ഒരു 10 കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും പേരാ വന്നേക്കുന്നത്. അപ്പൊ അത്രയും പേർക്കൂടുള്ള റിപ്ലൈ ഞാൻ ഒരാളാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരുപാട് പേരോടുള്ള ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ റീച്ച് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിന് നല്ലൊരു കണ്ടന്റ് വേണം, കാര്യങ്ങൾ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെയ്ഡ് പ്രൊമോഷനിൽ കൂടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ടോപ്പ് ഇന്ന് വരെ ഒരു സെലിബ്രിറ്റികൾക്ക് കൊടുത്ത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചോ ഒന്നും ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും ഒന്നും കൊണ്ടുവന്ന ഒരാളോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളെയോ മറ്റു വ്യക്തികളെയോ ഇൻസൾട്ട് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടിയ ആളൊന്നും അല്ല. ഞങ്ങളുടെ ആ ഒരു ബിസിനസ്സിന് തന്ന സപ്പോർട്ടായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ് ഈ കാണുന്ന എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉള്ളത്. എന്നാൽ ഈ ഒരു എൻ്റെ മാത്രം വീഡിയോയിൽ കൂടെ എന്നെ അറിഞ്ഞിരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് യാതൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇന്ന് അതായത് എനിക്ക് തോന്നുന്നു കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇന്ന് ഒലീവിയ ഡിസൈൻസ് ആണ്. അപ്പൊ അത്രത്തോളം എന്നെ വളരെ സിമ്പിളായിട്ട് പ്രമോഷൻ ചെയ്തു തന്ന എല്ലാ യൂട്യൂബ് വ്ളോഗേഴ്സിനും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്ന കാര്യങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് പറയണം. അല്ലാതെ നമുക്ക് അറ്റവും മുറിയും ഇപ്പൊ എൻ്റെ പല കാര്യങ്ങളും എടുത്ത് അറ്റവും മുറിയും കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ. എന്തൊരു കാര്യത്തിനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്, 2 വശങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് എനിക്കെതിരെ ഇൻസ്റ്റഗ്രാമില് ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ എന്നൊരു പേജിലാണ് ഒലീവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തേടിയുള്ള ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അത് തികച്ചും ഒലീവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. അപ്പൊ ഒലീവിയെ കുറിച്ച് നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാകാം. ഇപ്പൊ ഏതൊരു വ്യക്തികളെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചാൽ ലോകം മുഴുവനും നിങ്ങളെ കുറിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് തരുമോ? നിങ്ങൾക്ക് നെഗറ്റീവും കാണും, നിങ്ങൾക്ക് പോസിറ്റീവും കാണും. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ആ വ്യക്തി അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഈ 3 വർഷം കൊണ്ട് നേടിയെടുത്ത എന്റെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരവിടെ പോസിറ്റീവ് ഇടുന്നുണ്ട്. എന്നിൽ നിന്ന് പോയ നല്ല കുട്ടികളുണ്ട്, അവരവിടെ പോസിറ്റീവ് ഇടുന്നുണ്ട്. ഈ പോസിറ്റീവ് കമന്റുകളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ഡിലീറ്റ് ആയി പോവുകയും നെഗറ്റീവുകളെ എത്ര വൾഗറായിട്ട് ചെയ്യുന്ന നെഗറ്റീവ് കമന്റുകളെ പിൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയാണ് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫുള്ള് പോവാണ്, മിനിറ്റുകൾക്കുള്ളിൽ പോവാണ്. അപ്പൊ അത് എന്തിനു വേണ്ടി ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ വീഡിയോ വന്ന ഉടനെ തന്നെ 2 ദിവസമാണെന്ന് തോന്നുന്നു, നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടി ഷോപ്പിലേക്കായിരുന്നു ജോലിക്ക് വന്നത്. ആ ഷോപ്പിലേക്ക് വന്നപ്പോൾ അതിനെ അവിടെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് നിർത്തിയ സ്റ്റാഫ് ആ കുട്ടിയെ കോൾ ചെയ്തു. 2 ദിവസം നിന്നിട്ടുള്ളൂ. ശനിയാഴ്ച ഇന്റർവ്യൂവിന് വന്നു. തിങ്കൾ ചൊവ്വ 2 ദിവസമാണ് ആ കുട്ടി ഞങ്ങളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ കുട്ടിയെ കോൾ ചെയ്തു. കാരണം ഈ കുട്ടിയെയും ഞാനും തമ്മിൽ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. കുറെ കുട്ടികൾ വരും, ഞാൻ ആ സമയത്ത് ഇന്റർവ്യൂവിന് വരുന്നവർക്കറിയാം ഞാൻ ആ സമയത്ത് ആ ഭാഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമായിരിക്കും, ചിലപ്പോൾ കാണാറുമില്ല, ഞാൻ അതിനെ കണ്ടിട്ടില്ല. അപ്പം അതുമായിട്ട് ഡീൽ ചെയ്ത എന്റെ സ്റ്റാഫ് ആ കുട്ടിയെ വിളിക്കുന്നു. ആ റെക്കോർഡ് നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം, നിങ്ങളതൊന്ന് കേൾക്കുക. കാരണം ഇന്ന് എനിക്കെതിരെ എന്റെ സ്ഥാപനത്തിനെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ കുട്ടി അയച്ചിരിക്കുന്ന ആ കുട്ടിയെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഉള്ള വോയിസ് ആണേ. ഇപ്പൊ എന്താ പറ്റി പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ എന്താ പറ്റിയേ? ഇല്ല, ഞാൻ അങ്ങനെ വേറെ ഒന്നും വെച്ചോണ്ടിട്ടല്ലോ. എന്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടന്നേ ഉള്ളൂ. അതിനകത്തല്ലേ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഇയാള് പറയുന്നുണ്ട്, എനിക്ക് പറയാൻ നിങ്ങളുടെ കമന്റ്സ് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ കേട്ടത്. അവൾക്ക് എന്താണ് ഇത്ര നമ്മുടെ ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ കൂടെ നല്ല രീതിക്കാണല്ലോ ഇതാക്കിയത്. അതെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാലോ. വിചാരിക്കുന്ന പോലെ അല്ല. അതെ അതെ, ആ ഒരു രീതിയിലാണ് ഞാൻ ഇട്ടത്. ഓക്കെ.
ഇയാളിപ്പോ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിക്കല്ലേ കേട്ടോ. ഇയാളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പ് എന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെയാണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും പോകും. അപ്പൊ അതുകൊണ്ട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ കേട്ടത്. ഇപ്പൊ നിങ്ങൾ ഇട്ടിട്ട് എത്ര ദിവസം എനിക്ക് അറിയില്ല. എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ സ്റ്റാഫുകളുടെ ഞാൻ എന്താ പെട്ടെന്ന് നിർത്തിയത് എന്തുവാ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് നേരത്തെ പോണെങ്കിൽ പൊക്കോ, നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് അറിയത്തില്ല, പൊക്കോളാൻ പറഞ്ഞതല്ലേ. ബസ്സിന് പൈസ ഇല്ലെങ്കിൽ പോലും ഇവിടുന്ന് മേടിച്ചിട്ട് പോകാനല്ലേ. പിന്നെ നിങ്ങളോട് വിളിച്ചു പറയാൻ ആരുടെയും നമ്പർ ഇല്ല. നിങ്ങളുടെ ആരുടെയും നമ്പർ ഞങ്ങൾ വാങ്ങിച്ചിട്ടും ഇല്ലായിരുന്നു. നിർത്തുന്നുള്ള രീതി വന്നതും അല്ലല്ലോ. ഇയാൾക്ക് ഇഷ്ടക്കുറവില്ലാഞ്ഞത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് പോയി വേറെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്? എന്റെന്നല്ല, വേറെ ആരുടെയെങ്കിലും ഭാഗത്ത് ഇല്ല, അങ്ങനൊന്നും ഇല്ല. അല്ല ഇനി പേപ്പർ എഴുതിച്ച് അല്ല പേപ്പർ എഴുതിന്ന് പറഞ്ഞത് കൊണ്ടാണോ? പേപ്പറോ? ഇല്ല, അതൊന്നും ഇല്ല. ഞങ്ങള് നിർത്തപ്പെട്ട് വന്നതേ അല്ല. കാരണം അതല്ലടാ, അന്ന് ഞാൻ നിങ്ങളെല്ലാരും കൂടി ഇരുത്തി സംസാരിച്ചപ്പോ അവള് പറഞ്ഞില്ലേ ഞങ്ങളിനി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലല്ലേ ഇനി അത് കേൾക്കേണ്ടത് എന്താണെന്ന്. അവളത് പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ തലേന്നും താമസിച്ചത് ഇതുപോലെ വീട്ടിൽ പറഞ്ഞു പോകണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ നമ്മള് ഇതിന് നിർബന്ധം പിടിച്ച് ഞങ്ങൾ അങ്ങ് വന്നതായിരുന്നു. ആ ഒരു രീതി പറഞ്ഞല്ല, ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതല്ല. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് ഒന്നും നിങ്ങളെ ഒന്നും പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും ഇത് നമ്മളോട് നിങ്ങൾ നിന്ന് അത്രയും ദിവസം സ്നേഹമായിട്ട് തന്നെയല്ലേ, അതൊന്നും ഞങ്ങള് മറക്കത്തില്ലേ. ഓക്കെ, അത് അറിയാൻ വേണ്ടി എനിക്ക് ഇയാളോട് കേട്ടത് ഞാൻ വിളിച്ചതാട്ടോ. എനിക്ക് മനസ്സിലായി. എന്തേലും ആവശ്യമില്ലാത്ത രീതിയിൽ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ കേസായിട്ട് പോകുമ്പോ അറിയാലോ ഇയാൾക്ക് ഒരു സ്ഥാപനത്തിന്. എനിക്കറിയാം. പിന്നെ നമുക്ക് അവരോടും നമുക്ക് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അടുത്തൊന്നും നിൽക്കാനുള്ള ഇതില്ല. ഓക്കെ, ഞാൻ അറിഞ്ഞത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഞാൻ പെട്ടെന്ന് ജെനി നിങ്ങളുടെ വീഡിയോ കാണുന്നു, അപ്പൊ നോട്ടിഫിക്കേഷൻ പോലെ വന്നപ്പോ പെട്ടെന്ന് എന്നെ വിളിച്ച് ചേച്ചി ഇത് നോക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മാറി നിന്ന് ഇയാളെ വിളിച്ചത്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, വേറെ ആവശ്യമില്ലാത്ത നിക്കില്ല. അത് സ്നേഹം കൊണ്ട് പറയുന്ന വേറെ ഒന്നും കൊണ്ടും പറഞ്ഞല്ല. ഓക്കെ ശരി. ഇപ്പൊ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ വീഡിയോ വന്ന് കഴിഞ്ഞ ശേഷം കൺമണി എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ സ്റ്റാഫ് സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡാണ്. ഈ വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ തന്നെ അല്പം ബുദ്ധിയുള്ള ഏതു വ്യക്തിക്കും മനസ്സിലാവും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരാള് എൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരികയാണ്. ആ ജോലിക്ക് വരുമ്പോൾ നിങ്ങളോട് പറയാ നിങ്ങൾ പോയത് ലേറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങാമായിരുന്നല്ലോ, അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ബസ്സിന് ഉള്ള പൈസ ഇല്ലെങ്കിൽ ഇവിടുന്ന് തരാമല്ലോ എന്ന് പറഞ്ഞ് പോയ ശേഷവും, അതായത് നിങ്ങൾ കേട്ടോണം, പോയ ശേഷം വീഡിയോ ചെയ്ത ശേഷവും കൺമണി ഇത്രയും സ്നേഹത്തോടു കൂടി എൻ്റെ സ്റ്റാഫിനോട് സംസാരിക്കണമെങ്കിൽ ഒലീവിയെന്ന് കിട്ടിയ ആ ഒരു പിന്നെ ഫ്രീഡം, അല്ലെങ്കിൽ ആ കിട്ടിയ ആ ഒരു സ്ഥാപനത്തിൽ അതിനുണ്ടായ ആ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലുതായിട്ടല്ലേ. നമ്മളൊരു സ്ഥാപനത്തിൽ വന്ന് നമുക്ക് ആ സ്ഥാപനത്തിൽ മോശപ്പെട്ട പിന്നെ അവിടെ നിന്ന് ഒരു കോൾ വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുമോ? കട്ട് ചെയ്ത് വിടത്തില്ല, ബ്ലോക്ക് ചെയ്യത്തില്ല, നിന്റെ എടുക്കാൻ എനിക്ക് സൗകര്യം ഇല്ലടി എന്ന് പറയത്തില്ലേ? വീഡിയോ എല്ലാം ചെയ്ത ശേഷമാണ് ഞങ്ങളുടെ സ്റ്റാഫ് ഈ കുട്ടിയെ വിളിക്കുന്നത്. അപ്പോ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇപ്പൊ പലരും വിചാരിക്കും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വീഡിയോ വരുന്നു, അച്ചു എവിടെ പോയി, മാളത്തിൽ കയറി ഒളിച്ചോ, വളരെ ധൈര്യത്തോടെ വന്ന് അച്ചുവിനെ കാണുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് പറ്റാത്തത് ഞങ്ങൾ മീഡിയക്കാർക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതല്ല, എനിക്ക് നേരെ വരുന്ന മാക്സിമം ആരോപണങ്ങൾക്കുള്ള പ്രൂഫുമായിട്ടേ എനിക്ക് വരാൻ പറ്റും. ചെയ്യുന്നവർ മൊത്തം ചെയ്യട്ടെ. ഇന്ന് വരെ അവർക്ക് സമയം കൊടുത്തു. ഞാൻ രാവിലെ 11 മണിക്ക് വരാന്നാ പറഞ്ഞു. അപ്പൊ എനിക്ക് തുമ്മലും കാര്യങ്ങളാണ്, എനിക്ക് വരാൻ പറ്റിയില്ല. 3 മണി വരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള സമയം ഞാനങ്ങ് കൊടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ, 20 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഒന്ന് റവന്യൂ കയറാൻ വേണ്ടി, വാച്ച് അവർ കയറാൻ വേണ്ടി, മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് അവർക്കൊരു കണ്ടന്റ് കിട്ടിയപ്പോ എൻ്റെ ഈ ഒരു സ്ഥാപനം ഞാന് വളരെ ഹാർഡ് വർക്കിൽ കൂടി ഞാൻ ഒരുപാട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജോലി എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുക.
അതിന്റെ പിന്നിൽ ഒരാളുണ്ട്. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ ഹാർഡ് വർക്കാണ് ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അപ്പൊ ആ പുള്ളി ചോര നീരാക്കി കൊണ്ടുവന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒലീവിയ എന്നുള്ള ഒരു ഒറ്റ പേരുപയോഗിച്ചാൽ നിങ്ങളുടെ വീഡിയോ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുക, അയ്യോ ഇത് എന്തും ഞാൻ ഇത്രയും അങ്ങ് വളർന്നോ? കാരണം എന്ന് വെച്ചാൽ എന്റെ ഒരു പേര് പറയുമ്പോഴത്തേക്ക് ഒരു പൊടിയടിച്ചു കിടക്കുന്ന ചാനലും ഇങ്ങനെ കയറിക്കൊണ്ട്, അപ്പൊ കേറട്ടെ, അവരെന്നെ ഉപയോഗിച്ച് മാക്സിമം ക്യാഷ് ഉണ്ടാക്കട്ടെ, അവർക്ക് 10 രൂപ കിട്ടുന്ന ഞാൻ കിട്ടട്ടെ, ഞാൻ എന്തിനാ തൊട്ട് മുമ്പിൽ തന്നെ കയറി വരുന്നേ എന്നോർത്തിട്ടാണ് ഞാൻ വരാഞ്ഞത്. പിന്നെ ഈ വ്ളോഗ് ചെയ്യുന്നവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിലേക്ക് പോകാം. നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഒരു ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ച് കുറച്ച് പേര് വന്ന് നിങ്ങളോടൊന്ന് വീഡിയോ ചെയ്യാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ ചെയ്തോ? ഞാനിവിടെ എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിലാണ് ഞാൻ എൻ്റെ ഓഫീസ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു ഉഗാണ്ടയിലോ കർണാടകയിലോ ഒന്നും കൊണ്ടുവന്ന് ഒരു ഗോകർണത്തൊന്നും കൊണ്ട് വെച്ചേക്കല്ല. പബ്ലിക് പ്ലേസിലെ എല്ലാ ദിവസവും ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഈ ഓഫീസിലെ കളിയും ചിരിയും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ഓഫീസിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വന്ന് അന്വേഷിക്കുക. എന്തായാലും നിങ്ങൾ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഒറ്റക്കെട്ടാണ്, നിങ്ങൾ പ്ലാൻഡ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓഫീസ് പൂട്ടിക്കണം, അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഈ വീഡിയോസ് മൊത്തവും പോയിക്കൊണ്ടിരിക്കുന്നത് അച്ചുവിന്റെയോ സിബിയുടെയോ നമ്പർ അല്ല. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫുകളുടെ നമ്പർ കിട്ടില്ല. പക്ഷെ ഒലീവിയ വെബ്സൈറ്റ് ത്രൂ പോകുന്ന ഒരു സ്ഥാപനമല്ല, കംപ്ലീറ്റ് പോയിരിക്കുന്നത് സ്റ്റാഫുകളുടെ നമ്പറാണ്. നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അപ്പൊ ഈ കുട്ടികൾ, ഞാനല്ലല്ലോ, ഞാൻ അറിയത്ത് പോലുമില്ല, ഈ പോയവരെ പോലുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്നവരും. ഇവര് നിങ്ങളോട് അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി തരും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വരിക, എന്റെ ഭാഗം ഒന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് ജെന്യുവിനായിട്ട് തോന്നുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ വന്നവരെ മുഴുവൻ നിങ്ങൾ ഒന്നിപ്പിക്കണം. നിങ്ങൾക്ക് പറ്റുമല്ലോ, കാരണം നിങ്ങൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അതിനെക്കുറിച്ച് ഞാൻ വരാം. അതിന് മുമ്പ് ഞാൻ ഘട്ടമായിട്ട് റിപ്ലൈ തന്നു പോകും. അതുകൊണ്ടാണ് പലതും ഞാൻ ലാസ്റ്റിലോട്ട് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒത്തൊരുമയിലേക്ക് നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എനിക്കെതിരെയുള്ള മാക്സിമം തെളിവുകൾ നിങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇത്രയും കുട്ടികളെ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഫൈറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ ഒത്തിരി പേരുണ്ട്, ഇവരെയും കൊണ്ട് നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ വരണം. ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇത്രയധികം ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കുട്ടികളുമായി എന്റെ സ്ഥാപനത്തിൽ വരണം. ഞാനിവിടെ അടച്ചുപൂട്ടി എന്റെ വീടല്ലേ, വീട് പൂട്ടിട്ട് ഞാൻ എങ്ങോട്ട് വരാം? 33 വർഷം ജീവിച്ച സ്ഥലത്ത് ഇനി എന്തായാലും ഇങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ഇവിടെ ഉള്ളവരോട് ചോദിക്കുക, ഞങ്ങളോട് ചോദിക്കുക, ഇതിന്റെ പ്രൂഫ് എടുക്കുക. ഞാൻ എല്ലാവർക്കും അക്കൗണ്ട് ത്രൂ ആണ് കേട്ടോ സാലറി കൊടുക്കുന്ന, ആരുടെയും കയ്യിലെടുത്ത് മോളെ എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല, അക്കൗണ്ട് ത്രൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഏത് എവിഡൻസും ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്, ഞാൻ തന്നിരിക്കും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തോ, നിങ്ങൾ മാക്സിമം വീഡിയോ ബൂസ്റ്റ് ചെയ്യുക, എത്തിക്കാവുന്നിടത്ത് മൊത്തം എത്തിക്കുക. ആ സ്പോട്ടിൽ നിങ്ങൾ വന്ന് ഇതിനെ താഴിട. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, കാരണം അങ്ങനെ ഒരു സ്ഥാപനം വളർത്തരുത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, 2 ദിവസത്തേക്ക് ജോലിക്ക് വന്ന ട്രെയിനിങ്ങിന് വന്നൊരു കുട്ടി, നിങ്ങളിപ്പോ അതിനകത്ത് ഓർക്കും വോയിസിനകത്തൊരു പേപ്പറിന്റെ കാര്യം പറയുന്നല്ലോ. ആ പേപ്പർ എന്താണെന്ന് 2-3 ലൈൻ ഞാനൊന്ന് വായിക്കാം, ബാക്കി താഴെ ഞാൻ അതൊന്ന് കൊടുത്തിരിക്കാം. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് നാട്ടിൽ രാജേന്ദ്രന്റെ മകൾ രശ്മി ഒലീവിയ ഓണർ അച്ചു സിബിക്ക് എഴുതി കൊടുക്കുന്ന എഗ്രിമെന്റ്. ഞാൻ ഇവിടെ ഷോപ്പിൽ നിൽക്കാൻ വന്നതാണെന്നും 10 ദിവസത്തെ എനിക്ക് ട്രെയിനിങ് ആണെന്നും ഈ ട്രെയിനിങ് പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നിർത്തിപ്പോകാമെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, എനിക്ക് താല്പര്യമില്ലെങ്കിൽ നിർത്തിപ്പോകാമെന്നും എഴുതി നൽകുന്നു എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട ഒരു പേപ്പറാണ്. അത് ഞാൻ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിരിക്കാം, സൈഡിൽ ഒരുപാടങ്ങളിലേക്കും തയ്ക്കും, അത് ഞാൻ കൊടുത്തിരിക്കാവേ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, 2 ദിവസം ഓഫീസിലേക്ക് ട്രെയിനിങ്ങിന് വന്നൊരു കുട്ടി എത്രമാത്രം ഹാപ്പി ആയിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയിരിക്കുന്നതും ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് യാതൊരു നെഗറ്റീവും ഒലീവിയെ കുറിച്ച് പറയാനില്ല. അപ്പൊ നമ്മൾ ഒരു ജോലി സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ നല്ലേ നമ്മൾ നോക്കുന്നത്? ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു വീട്ടിൽ ജീവിക്കുന്നു, ആ വീട്ടുകാരെങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പോരെ. നാട്ടിലുള്ള എല്ലാവരും ആ വീട്ടുകാരെ കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് തരണം. അപ്പൊ ഞാൻ ജോലിക്ക് വരുന്നു, എനിക്ക് മോശം അനുഭവം ഉണ്ടായെങ്കിൽ 100% റിയാക്ട് ചെയ്യണം. ആ കുട്ടി ഹാപ്പി ആയിട്ട് പോയ കുട്ടി ഒലീവിയയുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നു.
അതിന് ആ റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും അതിനൊരു അഭിപ്രായം തേടിയിട്ട് ചിലപ്പോൾ അതിനുണ്ടായ നല്ല വശം പറയാനായിരിക്കാം. എങ്കിൽ എന്തിനാണ് പിന്നെ ഒലീവിയെ കുറിച്ച് വരുന്ന പോസിറ്റീവ് കമന്റ് എല്ലാം ഈ കുട്ടി റിമൂവ് ചെയ്ത് കളയുന്നത്, നെഗറ്റീവ് മാത്രം എടുത്തു വെക്കുന്നത്? അവിടെ നിന്നാണ് ഞങ്ങളുടെ ചിന്ത മുൻപോട്ട് പോയത്. കാരണം ഓരോരുത്തർ ചെയ്യുന്നു, കണ്ടന്റ് ഇല്ലാത്തവര്, ചാനൽ പൊടി പിടിച്ച് കിടക്കുന്നവരൊക്കെ ചെയ്യാറുണ്ട്. അത് അവരുടെ ഒരു, നമ്മൾ അതിനെ ഒന്നും മൈൻഡ്, എത്രയോ പേർക്കെതിരെ ചെയ്യും, നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ പോസിറ്റീവിനെ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ തൊട്ട് നെഗറ്റീവിനെ എടുത്ത് മാക്സിമം ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിന്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഓർക്കും, ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ഞങ്ങൾ എവിടെ പോയി, നമ്മളിത് പലതും നമുക്ക് അന്വേഷിക്കണ്ടേ. നമ്മൾ എന്തായാലും നിങ്ങൾ ചിന്തിക്കുക, സ്വന്തം നാട്ടിൽ ബിസിനസ് സക്സസ് ആക്കി എത്ര മനുഷ്യർ ഇന്ന് കേരളത്തിലുണ്ട്? സ്വന്തം നാട്ടിൽ നമുക്ക് അധികം പ്രായമൊന്നുമില്ല. എന്നെ കമന്റിൽ വന്ന് കിളവിയെന്നും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എനിക്കതിലൊന്നും ഒരു വിഷയമില്ല. എന്റെ പ്രായം എനിക്ക് ബോധ്യമുണ്ട്, 33 വയസ്സാണ്. ഈ പ്രായത്തിനൊടുവിൽ സ്വന്തം നാട്ടിൽ സക്സസ് ആക്കി ബിസിനസ് ചെയ്ത എത്ര പേരുണ്ട്? അപ്പൊ അങ്ങനെ നിൽക്കുന്ന എനിക്ക് ഇതൊന്നും കണ്ട് പേടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാനിത് ഓരോന്നും അന്വേഷിക്കുകയാണ്, ഇത് എന്തിന്റെയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പല മേഖലയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരു സ്ഥാപനമാണ് ഒലീവിയ ഡിസൈൻസ്. അത് ഓരോരുത്തരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഓരോരുത്തർ പലരോടും ഇത് ചെയ്യുന്നത് വന്നിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തത് വന്നിട്ടുണ്ട്, ഒലീവിയെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ കുട്ടിയെ കരുവാക്കിക്കൊണ്ട് ഒലീവിയക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ നേരിടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത് വന്നിട്ട്. കാരണം പലർക്കും അറിയില്ല. ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്തവരെ എല്ലാവരെയും ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതിയായിരുന്നു, ഞങ്ങളുടെ വശം കൂടെ ഒന്ന് വന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നീതിക്ക് വേണ്ടി പോരാടണം. പക്ഷെ നിങ്ങൾ വീഡിയോ ചെയ്യാനിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. നിങ്ങൾ സ്വാഭാവികമായിട്ടും വീഡിയോ നോക്കുമ്പോൾ കുറെ കുട്ടികളെ സ്നേഹിച്ചു കൊണ്ടുപോകുന്നു, കുറെ ആരോപണങ്ങൾ വരുന്നു, നിങ്ങൾ അത് വീഡിയോ ചെയ്ത്. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും എനിക്കില്ല. പക്ഷേ അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഓരോ കണ്ടന്റ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് ഒലീവിയയുടെ ഓരോ റൂളുകളെ കുറിച്ച് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ആൻസർ തരാൻ ഓണർ എന്ന നിലയിൽ ഞാൻ ഒരാൾ ബാധ്യസ്ഥയാണ്. ഞാനത് തരും. ഞാൻ എങ്ങും ഒളിച്ചോടി പോകുന്നില്ല. ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ തരാനുമാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒലീവിയയില് മതവും ജാതിയും കളറും നോക്കിയാണ് കുട്ടികളെ എടുക്കുന്നത്. ഇന്ന് എനിക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്ന കുട്ടിയുടെ ജാതി എന്താ എന്ന് പോലും എനിക്കറിയത്തില്ല. ആ കുട്ടിയെ അറിയാവുന്നവർക്ക് അറിയായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ ജാതിയെ കുറിച്ച് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്ന മുസ്ലിം കുട്ടികളെ ഞങ്ങൾ എടുക്കാറില്ലെന്നാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആദ്യ സമയങ്ങളിൽ ബിസിനസ് തുടങ്ങുമ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് മാനേജർ എന്ന് പറയുന്നത് സുൽഫിക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. അപ്പൊ ആ പുള്ളിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇന്നും, ഈ കഴിഞ്ഞ മാസവും പുള്ളി ഇവിടെ വന്ന് ഒരു എന്താ പറയുന്നത്, ഞങ്ങളുടെ ഒരു വീട്ടിലംഗത്തെ പോലെ ഇവിടെ വന്ന് ഫുഡും കഴിച്ചിട്ട് പുള്ളി പോയതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം കസ്റ്റമേഴ്സ് ആണ് ഒലീവിയയുടെ കൈത്താങ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഓഫീസില് മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ എന്ന് അവർക്ക് പ്രത്യേകിച്ച് നെയിം പ്ലേറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അവരവിടെ നിൽക്കുന്ന, നിങ്ങൾക്ക് അവരുടെ ജാതി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ അവരുടെ കാസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും? പിന്നെ ചോദിക്കുന്നത്, ഇന്റർവ്യൂവിന് വരുമ്പോൾ ജാതിയും മതവും ചോദിക്കുന്നുണ്ടെന്ന്. നമ്മൾ ബയോഡേറ്റ കൊണ്ടുവരണമെന്ന് എല്ലാ ഇതിലും ഞങ്ങൾ പറയാറുണ്ട്. ആ ബയോഡേറ്റ കൊണ്ടുവരുമ്പോൾ ആ ബയോഡേറ്റയ്ക്കകത്ത് 2 കോളം കൊടുത്തിട്ടുണ്ട്, ജാതി മതം പറയാൻ. ഈ ജാതിയും മതവും ചോദിക്കണ്ടെങ്കിൽ ആ കോളത്തിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഞങ്ങളെന്ന് പറഞ്ഞത് ഇതൊരു ജോലി സ്ഥാപനമല്ല. ഞങ്ങൾ ജോലി സ്ഥാപനമാണെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഒക്കെ മേടിച്ച് ഞങ്ങൾ നയിക്കും. ഞങ്ങളൊരു ജോലി, ഒരു വീടിനകത്ത് ഇത്രയും കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇത് കൊടുക്കുമ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ അന്വേഷിക്കും. കൊന്നിട്ട് വന്നതാണോ, തല്ലിയിട്ട് വന്നതാണോ, ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആണോ, പല കാര്യങ്ങളും നമുക്ക് തിരക്കണം. ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളിലെ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്ന പോലീസിന്റെ പ്രത്യേകമായിട്ടുള്ള അന്വേഷണങ്ങളിൽ കൂടി വരെയാണ് എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇതൊന്നും അറിയാത്തവരാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് പെൺകുട്ടികളാണ്.
ഈ പെൺകുട്ടികളെ ഞാൻ വെച്ച് മുന്നോട്ട് ഇന്ന് നിങ്ങൾ ഒരു നിസ്സാരം 3-4 പേര് വന്ന് ഇത്രയും പറഞ്ഞപ്പോൾ എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻസോടെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുന്നത്. അതേ സ്ഥാനത്ത് ഈ പെൺകുട്ടികളെ വെച്ച് ബിസിനസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നമുക്ക് റിസ്ക് ഉണ്ട്. ഇത് പെൺകുട്ടികളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ കാരണങ്ങൾക്ക് എന്തിന്റെ മുന്നിൽ നിൽക്കുന്നത് പെൺകുട്ടികളാണ്. എനിക്ക് ഇവരെ മുൻപരിചയമുള്ളവരല്ല, എന്റെ സുഹൃത്തുക്കളല്ല, എന്റെ വീട്ടുകാരല്ല, എന്റെ ബന്ധുക്കളല്ല. ഞാൻ കൊടുക്കുന്ന ഒരു പരസ്യം കണ്ട് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് ഓടിയെത്തുന്നവരാണ്. ഇവരെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? ഞാൻ ഒരു ഒറ്റ നോട്ട് ഇന്ന കുട്ടി വന്നു, ഇവിടെ ഓക്കെ ആണ്, ഇവിടെ എല്ലാം എനിക്കിങ്ങനെ ചിന്തിക്കും. ഞാൻ അവരുമായിട്ട് മിങ്കിൾ ചെയ്യും. അവരെന്താണ് വന്നത്, ഏതിനാണ് വന്നതെന്ന് തിരക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജാതിയും മതവും നോക്കി ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വെളിയിലിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാര് ഏത് ജാതിയിലുള്ളവരാണെന്നും മതത്തിലുള്ളവരാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ വരുന്ന ഓരോ ആരോപണങ്ങളെ കുറിച്ചിട്ടുള്ള ഫസ്റ്റിലത്തെ ഇത് ജോബ് വേക്കൻസിയുടെ ആഡിനെ കുറിച്ചിട്ടാണ് പലരും വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ജോബ് വേക്കൻസിയുടെ ആഡ് ഇടുന്നത് എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലാണ് കേട്ടോ. വേറെ എങ്ങും ഞാൻ കൊടുത്ത ആരെയും കൊണ്ട് ഇടിപ്പിക്കാറില്ല, ഇട്ടിട്ടുമില്ല. എന്റെ ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു പരസ്യമായിരിക്കും ഇടുന്നത്. അത് പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകും. കാരണം നമ്മൾ ഡെയിലി ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ നമ്മുടെ ബിസിനസ് ഇങ്ങനെ ഓരോ രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുവരും. ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, ഒരു ബിസിനസ് ഇട്ടു, അവിടെ ഇരിക്കുന്ന പിന്നെ അടുത്ത ബ്രാഞ്ച് ഇടാൻ പോകത്തില്ലേ? അപ്പൊ നമ്മുടെ ബിസിനസ് വളരുന്ന അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ ബിസിനസ്സിൽ എന്തൊക്കെ അപ്ഡേഷൻ കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വരുന്ന സമയങ്ങളിൽ ഞാൻ ജോബ് വേക്കൻസിയുടെ പരസ്യങ്ങൾക്ക് ഓരോരോ രീതിയിലായിരിക്കും എന്റെ പരസ്യം വരുന്നത്. ചിലപ്പോൾ ഈ പഴയ പരസ്യം കണ്ടിട്ടായിരിക്കും ചിലർ വരുന്നത്. ആര് വന്നാലും എന്റെ ഡയറക്റ്റ് ഇങ്ങനെ വരാൻ ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ജോബ് എന്ന് മെസ്സേജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജോബ് എന്ന് മെസ്സേജ് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ എന്റെ റീല് കണ്ടു, ജോബ് വേക്കൻസിയുടെ ആഡ് കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട്. ആ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ചെലവൊന്നുമില്ല. ജോബ് എന്നൊരു മെസ്സേജ് കൊടുക്കുക. ഈ ജോബ് എന്ന മെസ്സേജ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ അങ്ങോട്ട് വരും. ആ വോയിസ് ക്ലിപ്പ് മലയാളത്തിലാണ് വരുന്നത്. ആ വോയിസ് ക്ലിപ്പ് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഈ സ്ഥാപനം പത്തനംതിട്ട ജില്ലയിൽ അടൂര് ഭീമ ജ്വല്ലറി, ഭീമയുടെ ഓപ്പോസിറ്റായി ഒലിവിയ എന്ന ഷോപ്പുണ്ട്. അതിന് തൊട്ടടുത്താണ് ഞങ്ങളുടെ വീടാണ് ഓൺലൈൻ സ്ഥാപനം എന്ന് പറയുന്നത്. ഷോപ്പിന് തൊട്ടടുത്താണ് ഓൺലൈൻ സ്ഥാപനം വർക്ക് ചെയ്തത്. ഇവിടെ 100ഓളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് സമയം എന്ന് പറയുന്നത് 11 മുതൽ 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. ഹോസ്റ്റൽ തൊട്ടടുത്ത് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ്. പ്രായപരിധി 18-നും 28 വയസ്സിലും ഇടയിലാണ്. ലുക്ക്, വാക്ചാതുര്യം, നല്ല പേഴ്സണാലിറ്റി, ഇതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും 12 മണിക്ക് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ 12 മണിക്ക് നേരിട്ട് എത്തുക. 1 മണിക്ക് ശേഷം വന്നാൽ പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ശനിയാഴ്ച വരാൻ പറ്റില്ല. അടുത്ത ശനിയാഴ്ചകളിൽ വരിക. ഹോസ്റ്റൽ ഫ്രീ ആണ്. 25 കിലോമീറ്റർ ഉള്ളവർക്ക് പോയി വരാം. 25 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ ഹോസ്റ്റൽ മസ്റ്റായിട്ട് താമസിച്ചേ പറ്റൂ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നേരിട്ട് ഇൻ്റർവ്യൂവിന് വരിക. ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പേരൻസിനെ കൊണ്ടുവരേണ്ടതില്ല. ഇത് വീടായതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പേരൻസിനെ കൊണ്ടുവരേണ്ട. ഒരു 15 ദിവസം ട്രെയിനിങ് ആണ്. ഒലിവി എന്താണ്, ഒലിവി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മാസം 25,000 സാലറി എങ്ങനെയാണ് കിട്ടുന്നത്, ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, അനുഭവിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 15 ദിവസം ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. കണ്ടിന്യൂ ചെയ്യുമ്പോൾ പേരൻസിനെ മസ്റ്റായിട്ട് കൊണ്ട് വന്നിരിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പേരൻസ് വേണ്ട. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ പേരൻസ് വേണ്ട. 15 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ താല്പര്യം ഉണ്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് അന്ന് പേരൻസ് വന്നേ പറ്റൂ. ഇതനുസരിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ച വരാൻ പറ്റില്ല. അടുത്ത ശനിയാഴ്ച വരിക. 12 മണിക്ക് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഭീമ ജ്വല്ലറി, റിലയൻസ് ഫ്രണ്ട്സ് അതിന് ഓപ്പോസിറ്റായ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഓൺലൈൻ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. അപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. 80 കിലോമീറ്റർ ദൂരെയുള്ളവർ നിങ്ങളുടെ ഫുൾ സൈസ് 2 കളർ ഫോട്ടോയും ബയോഡേറ്റയും സെൻഡ് ചെയ്യുക. ബയോഡേറ്റ സെൻഡ് ചെയ്താൽ പരിഗണിക്കുന്നതല്ല, ഫുൾ സൈസ് 2 കളർ ഫോട്ടോ വേണം. 80 കിലോമീറ്റർ ഉള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിന് വന്നേ പറ്റൂ. ഇനി ഇതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും യാതൊരു ഉത്തരവും ലഭിക്കുകയില്ല. ദൂരെയുള്ളവർ 80 കിലോമീറ്റർ ദൂരെയുള്ളവർ 2 കളർ ഫോട്ടോയും ബയോഡേറ്റയും അയക്കുക. 80 കിലോമീറ്റർ ഉള്ളിലുള്ളവർ ബയോഡേറ്റയുമായിട്ട് നേരിട്ട് ശനിയാഴ്ച ഇൻ്റർവ്യൂവിന് എത്തുക. ഫോണിലൂടെ വാട്സപ്പിലൂടെ എന്ത് ചോദിച്ചാലും റിപ്ലൈ ലഭിക്കുന്നതല്ല. നേരിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ ശനിയാഴ്ച 12 മണിക്ക് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ജോബ് വേക്കൻസിയുടെ ആഡ് കണ്ട് മെസ്സേജ് ഇടുന്നവർക്ക് കൊടുക്കുന്ന മെസ്സേജ് വോയിസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടല്ലോ. അതിനകത്ത് എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്?
നിങ്ങൾ ജോലിക്ക് വേണ്ടി പരസ്യം കണ്ടു, നിങ്ങൾ മെസ്സേജ് ഇട്ടു, ഞങ്ങളുടെ മെസ്സേജ് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അതിനകത്ത് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രായപരിധി 18നും 28 വയസ്സിനും ഇടയിലാണ്. ഇവിടെ ഈ ഒരു ജോലി വേക്കൻസിക്ക് വാക്ചാതുര്യവും ലുക്കും നീളവും വേണം. ഈ ലുക്ക് എന്ന് പറയുന്നത് ഉടനെ അതിനകത്ത് എവിടെയെങ്കിലും, കഴിഞ്ഞ ദിവസം ഒരു ആള് വീഡിയോ ചെയ്തതിനകത്ത് പറഞ്ഞു ഫെയർ ആയിരിക്കുന്ന വെളുത്തിരിക്കുന്ന സുന്ദരികളെയാണ് ഞങ്ങൾ ജോലിക്ക് എടുക്കുന്നത്. ഈ ലുക്ക് എന്ന് പറഞ്ഞ ഉടനെ വെളുപ്പെന്നാണ് അർത്ഥം. ഈ വന്നിരിക്കുന്ന നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ തന്നിരിക്കുന്ന ഇവരെല്ലാവരെയും നിങ്ങൾ കളറൊന്ന് നോക്കിക്കേ. ഈ വന്നിരിക്കുന്നവര്, ഇപ്പൊ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ നിങ്ങളൊന്ന് നോക്കണം. അവർക്ക് ഈ പറഞ്ഞ ഹൈറ്റ് ഉണ്ടോ? അവർക്ക് ഈ പറഞ്ഞ കളർ ഉണ്ടോ? ഞങ്ങൾ അവരെയൊക്കെ ജോലിക്ക് എടുത്തില്ലേ? അതുകൊണ്ടാണല്ലോ അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ വന്നിരിക്കുന്നവരെല്ലാം സ്മാർട്ട് ആണോ കാണാൻ? അല്ല. ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എടുക്കുമ്പോൾ ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു മെഡിക്കൽ റെപ്പായിട്ടുള്ള ഒരാള് ഒരിടത്ത് പോകുമ്പോൾ ആ ആൾക്ക് ആ സ്ഥാപനം കൊടുക്കുന്ന റൂൾസുകളുണ്ട്. അത് പാലിച്ചാണ് അയാൾ പോകുന്നത്. ഷർട്ടൊക്കെ ഇൻ ചെയ്ത്, ഷൂ ഇട്ട്, വെൽ ഡ്രസ് ചെയ്ത്, പിന്നെ ഒത്തിരി ഹാർഡ് സ്മെല്ല് വരാത്ത പെർഫ്യൂം ഒക്കെ അടിച്ച് വളരെ ലൈറ്റ് ആയിട്ട് അവര് പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകളും അതേപോലെയാണ് കസ്റ്റമറുടെ അടുത്ത് പറയണ്ടേ. അങ്ങനെ പഠിപ്പിച്ചു വിടുന്ന എത്രയോ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനത്തിന്റെ പിന്നെ കാര്യങ്ങളാണ്. അത് നമുക്ക് ചെന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന നിയമങ്ങൾ പറ്റത്തില്ല എന്ന് ഒരിടത്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കത് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിലാണ് ഈ ഓഫീസ്. ഈ വീട്ടിലുള്ള ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അല്ലാതെ ഈ വീട്ടിലുള്ള ഓഫീസ് ഒരിക്കലും ആർക്കും വരാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ല. 4 സൈഡിലും ഗേറ്റ് ഉള്ള, എപ്പോഴും തുറന്നിട്ടേക്കുന്ന, റോഡ് സൈഡിലുള്ള, ഒലീവിയുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും അറിയാവുന്ന രീതിയിൽ അത്രത്തോളം പബ്ലിസിറ്റി ഉള്ള ഒരു വീട്ടിൽ ആർക്കും എത്രയോ കസ്റ്റമർ വന്നിരിക്കുന്നു, എത്രയോ ആൾക്കാർ വന്നിരിക്കുന്നു, ആർക്ക് വേണമെങ്കിലും കയറി വരാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വളരെ വിശാലമായി ഒരുക്കിയിട്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് ഞങ്ങൾ ഒരു ജോലി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഞങ്ങൾ അവർക്ക് സേഫ് ആയിട്ടിരിക്കണം. ഇനി നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്മാർട്ട്നെസ് നോക്കി അതേപോലെ തന്നെ കളർ നോക്കിയാണ് എടുക്കുന്നത്. ഈ കഴിഞ്ഞ ഡേയിൽ നിങ്ങളൊരു ആരോപണം, ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ആരോപണം വന്നു. 50% അംഗവൈകല്യമുള്ള ഒരു കുട്ടി, ജോലിക്ക് വന്നൊരു കുട്ടിയെ എൻ്റെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫുകൾ മർദ്ദിച്ചു. ആ പോയിന്റ് നിങ്ങളൊന്ന് എടുത്തേ. ഈ സ്മാർട്ട്നെസ്സും സൗന്ദര്യവും മാത്രം നോക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ 50% വികലാംഗയായ ഒരു കുട്ടി എങ്ങനെ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു? നിങ്ങൾ എന്ത് കേട്ടാലും ഈ അതങ്ങ് അപ്പടി വിശ്വസിക്കുന്ന മനുഷ്യർ ചിന്തിക്കണം, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഞാൻ എൻ്റെ കൂടെ പഠിച്ചവരെ പോലെ, എൻ്റെ കൂടെ എനിക്ക് അറിയാവുന്നവരെ പോലെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളെ പോലെ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിക്കൂടിയ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നതിന് ന്യായീകരണം തരേണ്ട ആവശ്യമില്ല. ഞാനൊരു എഫേർട്ട് എടുത്തപ്പോൾ ആ എഫേർട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായപ്പോൾ എന്നെ ആൾക്കാർ നിരീക്ഷിക്കാൻ തുടങ്ങി. പടപടപടയെന്നുള്ള എൻ്റെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്ന കണ്ടപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റാതെയായി, പല രീതിയിലുള്ള ഇതായപ്പോഴാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ മുന്നിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതുണ്ട്, എൻ്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. ഈ 50% വികലാംഗ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു കുട്ടി എങ്ങനെ ഈ സ്മാർട്ട്നെസ് ഉള്ള വെളുത്ത സുന്ദരികളെ എടുക്കുന്ന എൻ്റെ ഒലീവിയയിൽ എങ്ങനെ ജോലിക്ക് വന്നു? പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാ ബ്ലോഗർമാരുടെയും കയ്യില് എൻ്റെ സ്റ്റാഫുകൾ ഒരുപാട് പേര് പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് നിരത്തി നിർത്തി നോക്കണേ, അവർക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്നും അവർക്ക് എത്ര കളർ ഉണ്ടെന്നും അവരെത്ര സ്മാർട്ട് ആണെന്നും. ഒരു പെടലി പോലും ഒരു വശം തളർന്നിരുന്ന കുട്ടി വരെ എൻ്റെ സ്ഥാപനത്തിലുണ്ട്, ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാ ഈ സൗന്ദര്യം നോക്കിയാണ് ആ കുട്ടിയെ എടുക്കുന്നത്? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും, അതായത് അസമയമല്ല കേട്ടോ, പകൽ ഏത് സമയത്ത് വേണം എൻ്റെ സ്ഥാപനത്തിൽ വരാം. എൻ്റെ സ്ഥാപനത്തിൽ കറുത്ത ആൾക്കാരില്ലെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ഞാൻ തരാം. പബ്ലിക്കായിട്ടാ പറയുന്നത്, അല്ലാതെ ഒളിച്ചും പാത്ത് വന്ന് തലയില്ലാത്ത കമന്റുകളിൽ കൂടെ ഒന്നും വന്നിരുന്നത്. തലയോടെ തന്നെ എൻ്റെ സ്വന്തം ഐഡിയിലാണ് വരുന്നത്. നിങ്ങൾ വ്ളോഗേഴ്സ് ഈ പറഞ്ഞ വെളുത്ത സുന്ദരികളെ എടുക്കത്തുള്ളെന്ന് പറഞ്ഞ നിങ്ങൾ വ്ളോഗേഴ്സിന് സുസ്വാഗതം ചെയ്യുന്നു എൻ്റെ സ്ഥാപനമായ ഒലീവിയയിലേക്ക്. അവിടെ വന്ന് കറുത്ത കുട്ടികൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരാൾക്ക് 5 ലക്ഷം രൂപ വീതം ഞാൻ പാരിതോഷികം തരാം. ഈ ക്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത്.
എന്തെങ്കിലും കേട്ടിട്ട് എവിടെങ്കിലും നിന്ന് പറയരുത്. സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ സ്ത്രീകളെയാണ്. ഇപ്പൊ നിങ്ങൾ പലരും പറയും ഈ സുന്ദരികളെ എടുത്തിട്ട് ആണുങ്ങളെ കറക്കി അടിച്ച് ബിസിനസ് ചെയ്യാനാണ്. എൻ്റെ കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നവരുണ്ട്. ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേഡീസിന്റെ ഐറ്റംസ് ആണ്. ലേഡീസിന്റെ ഐറ്റംസ് ലേഡീസാണ് ഓർഡർ ചെയ്യുന്നത്. കഴിവതും എനിക്ക് തോന്നുന്നു 1 2 എങ്ങാനും ആണും കസ്റ്റമേഴ്സ് കോണ്ടാക്ട് ചെയ്തെങ്കിൽ ബാക്കി എന്റെ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് നോക്കുന്നേ. ഞാൻ അതിന്റെ ഏജ് ലിമിറ്റ് തൊട്ട് അതിന്റെ ജെൻഡർ തൊട്ടുള്ള ഡീറ്റെയിൽ എടുത്ത് തരാം. മൊത്തം ലേഡീസാ. ഏതെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആണുങ്ങൾക്ക് ഒലിവിയ ഡിസൈൻസ് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ കാണുന്നേ? ഇത് പെണ്ണുങ്ങൾ കാണുന്ന ചാനലാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ്. ആ സ്ഥാപനത്തിൽ എൻ്റെ കുട്ടികൾ നീറ്റായിട്ട് നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധം വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനിതിപ്പം ആരുടെ അണ്ടറിലാണ് ഞാൻ ജീവിക്കുന്നത്? എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കുട്ടികൾ ഭംഗിയായിട്ട് വന്ന് നിൽക്കണം. ഇനി അടുത്തത്, എൻ്റെ സ്ഥാപനത്തിൽ നിൽക്കുന്നവരൊന്നും അംബാനിയുടെ മക്കളല്ല. അവര് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്. ഞാൻ അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നത്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുമ്പോൾ അവര് ഒരാള് വെൽ ഡ്രസ്സിൽ വരും, ഒരാൾക്ക് ഇടാൻ കാണത്തില്ല. എല്ലാ സ്ത്രീകൾക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ, ഹാപ്പി ആയിട്ട് നിൽക്കണം, എല്ലാവരും ഒരുങ്ങി നിൽക്കണം. അപ്പൊ എൻ്റെ പിള്ളേരെല്ലാം ഒരേ രീതിയിൽ നിൽക്കണം. അതിനാണ് അവിടെ യൂണിഫോം വെച്ചിരിക്കുന്നത്. 50 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജോലിക്ക് എനിക്ക് റൂൾസ് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് മറുപടിയാണ് എനിക്ക് നൽകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഈ ജോലി സ്ഥാപനത്തിൽ ഞങ്ങൾ ഇതിനു മുമ്പ്, അതായത് 28 വയസ്സ് വരെയുള്ളോ അച്ചുള്ള നിരന്തരം ചോദ്യം സഹിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഒരാഴ്ച പരസ്യം ഇടുമ്പോൾ എന്തിനാണ് ഈ ഒലീവിയയിൽ ഇത്രയും ആൾക്കാർ ഇന്റർവ്യൂവിന് വരുന്നത്? കേരളത്തിലില്ലേ സ്ഥാപനങ്ങൾ? നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നല്ലോ, എന്നെ ക്രൂശിക്കുന്നല്ലോ, എന്നെ മഹാമോശക്കാരിയായിട്ട് നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇമേജ് കൊടുക്കുന്നല്ലോ. എന്തിനാണ് ഒരു ദിവസം ഒരാഴ്ച 500-ൽ പരം സ്റ്റാഫുകൾ, ലേഡീസുകൾ എൻ്റെ വീട്ടുമുറ്റത്ത് ജോലിക്ക് വരുന്നത്? അവർക്ക് മറ്റൊരിടത്ത് ജോലി ഇല്ലാഞ്ഞിട്ടല്ലേ? ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ലേ? ഈ വീഡിയോ ചെയ്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 10,000 രൂപ സാലറിയിൽ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഈ 28 വയസ്സെന്ന് കേട്ട് സഹിക്കാൻ പറ്റാതായപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു പരസ്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഓരോ ഐഡിയ നമ്മുടെ തലയിൽ കൂടെ വരുന്നു, നമ്മൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിരുന്ന് ജോബ് ചെയ്യാം, അതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് വരാനായിട്ട് പറഞ്ഞു. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ പരസ്യം കൊടുത്തു കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം ഇവിടെ നോക്കിയപ്പോ ഒരു 3 കല്യാണത്തിന്റെ ആള് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു വീട്ടിന് അതിൻ്റെതായിട്ടുള്ള പ്രൈവസിയല്ലേ കാണത്തുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ അത്രയ്ക്കുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ള കംപ്ലീറ്റ് ഓഫീസും ബാക്കി ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത് കൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി. കാരണം പോലീസ് വരെ വന്നു 2-3 റൗണ്ട്. ഇത് എന്താണ് സംഭവം എന്നറിയാം. ഞങ്ങൾക്കൊരു 3-4 ടൈമായിട്ടാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ചെയ്ത് 2000 പേരോളം ഞങ്ങൾക്ക് അന്ന് ഇവിടെ എത്തി. ഞങ്ങൾക്ക് വിചാരിച്ചതല്ല, ഞങ്ങൾ ചിന്തിച്ചതല്ല, ഞങ്ങളുടെ തെറ്റാണിതെല്ലാമെന്ന് വൈകിയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഓർക്കുന്നു നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ആയിക്കോട്ടെ. ഈ 3 ഇതായിട്ട് വന്നു, 3-4 പേരല്ല 3-4 ടൈമായിട്ട് ഗ്രൂപ്പായിട്ട് ഇവരെ ഇതാക്കിയപ്പോ ഞങ്ങൾക്ക് ഈ ഇത്രയും പേർക്കൂടെ തൊഴിൽ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു 5000 രൂപയ്ക്ക് നിങ്ങൾ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് എടുക്കുക, ഏതെങ്കിലും ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇപ്പൊ അത് എടുത്തോണ്ട് പോയി ഞങ്ങൾ ഒരു ടോപ്പിന് നിങ്ങൾക്ക് 100 രൂപ വെച്ച് കുറച്ച് തരാം. ഞങ്ങളുടെ റേറ്റ് എന്ന് പറയുന്നത് 499 ആണ്. അതിൽ വീണ്ടും 100 രൂപ നിങ്ങൾ ഓർത്തോണം, 100 രൂപ കുറച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ വിൽക്കുന്ന വിലയിൽ തന്നെ വിൽക്കുക. അപ്പോഴല്ലേ അവിടെ ചോദ്യം വരുന്നത്, ഇപ്പൊ അച്ചു 400-ക്ക് കൊടുക്കുന്ന സാധനം ഞാൻ എങ്ങനെ 500-ക്ക് കൊടുക്കുന്നു? അപ്പൊ ഞങ്ങൾ 100 രൂപ കുറച്ചു, എന്റെ 400-ക്ക് തന്നെ കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോ പകുതി പേർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ കുറെ പേര് നെഗറ്റീവായി പോയി കാണും. കുറെ ആൾക്കാർ ഇന്നും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ എടുത്ത് ബിസിനസ് ചെയ്യുന്നു. അതെന്റെ അറിവുകേട് കൊണ്ട് ചെയ്തതാണ്. ഞാനത് സ്വപ്നത്തിൽ അറിഞ്ഞില്ല ഇത്രയും പേര് വരുമെന്ന്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന്. അന്ന് വന്ന് ബുദ്ധിമുട്ടുണ്ടായി എല്ലാവരോടും ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ സോറി പറയുകയാണ്.
കാരണം എനിക്ക് അറിയത്തില്ല, എൻ്റെ കൈ നിന്നില്ല. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ ഓർത്ത് 10-50 പേര് വരും. എനിക്ക് അറിയത്തില്ലല്ലോ കേരളത്തിൽ ഇത്രയും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെന്റെ ഒരു തെറ്റായി പോയി. പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടായി. പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വന്നു, നിങ്ങൾക്കൊന്ന് ഇരിക്കാൻ പോലും നിങ്ങൾക്ക് അന്നേരം ഇവിടെ സ്പേസ് കിട്ടിയിട്ടില്ല. അത് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് പറ്റിയ ആ ഒരു തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വീഡിയോ അല്പം ലെങ്ത് ആയി പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, അൽത്താഫ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ബ്ലോഗർ എന്നെ തേടി നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഇത്ര ആരോപണങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ പുള്ളി എന്നോട് ചോദിച്ചു. പ്ലാൻഡ് ഒന്നും അല്ല കേട്ടോ. ഞാൻ അന്നേരം റെഡി ആയിട്ട് പോലെ പുള്ളിയെ കണ്ടിട്ടാണ് പെട്ടെന്ന് റെഡി ആയത് പോലും. പുള്ളി ചോദിച്ചതിനെല്ലാം ഞാൻ ക്ലിയർ ആയിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ആരോപണങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളോടും ഈ ഒരു വീഡിയോ തരുന്നത്. ഞാൻ ഇതൊന്നും നോക്കാറില്ല. എനിക്ക് ഒരുപാട് ലിങ്കുകൾ പലരും അയച്ചു തരും. ഞാൻ അങ്ങനെയെ പിടിച്ച് ഡിലീറ്റ് ചെയ്തങ്ങ് കളയും. കാരണം ഞാൻ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോകുന്നില്ല. കാരണം എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, അതിന് ഞാൻ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ ഇതിന് റിപ്ലൈ കിട്ടണം എന്നുള്ള ആൾക്കാർക്ക്, എന്നെ അറിയാതെ വ്ലോഗ് ചെയ്ത കുറെ ആൾക്കാർക്ക്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്ലൈ തരുന്നത്. അപ്പോൾ അതിലെ അടുത്ത പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഭീഷണി, അല്ലെങ്കിൽ പിന്നെ ഒലിവിയ ഡിസൈൻസിൽ ഭീഷണിപ്പെടുത്തി ജോലിക്ക് എടുക്കുന്നു, ഭീഷണിപ്പെടുത്തി നിർത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ? ഒരു ജോബ് എന്നുള്ള ഒരു പരസ്യം ഇട്ട് മെസ്സേജ് ഇട്ടപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്ന എന്താ, ഇവിടെ 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഈ 15, അതായത് നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്ന് ഇന്റർവ്യൂവിന് വന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയും. ജോയിൻ ചെയ്യാൻ പറഞ്ഞ് 15 ദിവസത്തെ ട്രെയിനിങ് ആണെന്നും, ഈ 15 ദിവസം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് ഒന്നും കൂടെ കേട്ട് നോക്കുക. 15 ദിവസം നിങ്ങൾക്ക് തരുന്നത് ഈ പറഞ്ഞ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒലീവിയ എന്ന് പറയുന്നത് എന്താണ് എന്ന് കണ്ടു പഠിക്കാൻ വേണ്ടി തരുന്ന ഒരു ട്രെയിനിങ് പീരീഡ് ആണ് 15 ദിവസം. ഈ 15 ദിവസത്തിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് തോന്നുക, ഓ ഇവിടുന്ന് എനിക്കിതൊന്നും കിട്ടത്തില്ല. കാരണം ഇവിടെ നിൽക്കുന്നതെല്ലാം ഡെമ്മികളല്ലേ, മനുഷ്യരല്ലല്ലോ. കാരണം ഇത്രയും പിള്ളേരെ കാണുമ്പോൾ അവർ ഓർഡർ എടുത്തോണ്ടിരിക്കുക. ഒരു ദിവസം 2-3 വീഡിയോസ് വരും. അപ്പം ഓർഡറുകൾ ഇങ്ങനെ വന്നോണ്ട് അവർക്ക് താങ്ങാൻ പറ്റാതെ അവർ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോ നിങ്ങളെ അവരുടെ കൂടെ ഇരുത്തിയേക്കുന്നല്ലാതെ ഞാനല്ല. നിങ്ങൾക്ക് ഒരു ട്രെയിനീസ് പോലും എൻ്റെ അടുത്തല്ല ഇരിക്കുന്നത്, ഇവിടുത്തെ പിള്ളേരുടെ ഇടയിലേക്കാണ്. കാരണം എന്താ, നിങ്ങൾക്ക് പഠിക്കണം. അത് പഠിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് എല്ലാം ഈ 15 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് ഫസ്റ്റ് ഡേയിൽ വന്നപ്പം വിചാരിക്കാം, എവള് വീഡിയോയിൽ പറഞ്ഞത് വെറുതെയാണ്, ഈ എമൗണ്ട് ഒന്നും ഇവിടുന്ന് കിട്ടാൻ പോകുന്നൊന്നുമില്ല, ഞങ്ങളെ ഇവിടെ വെറുതെ വിളിച്ച അന്നത്തെ ദിവസം എന്നെ 2 തെറിയും പറഞ്ഞിട്ട് ഈ ധൈര്യമുള്ളവർ ഇവിടുന്ന് ഇറങ്ങി പോകണ്ടേ? അല്ല, ഇറങ്ങി പോകണ്ടേ? അല്ലെങ്കിൽ 2ാമത്തെ ദിവസം പോകണ്ടേ? പോട്ടെ 3 ആയി, അല്ലെ പഠിക്കാൻ പറ്റില്ല 5 ആയി. 15 ദിവസം തന്നേക്കുന്ന ഈ 15 ദിവസം നിന്നിട്ട് നമ്മള് ഇതിലേ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ, നമ്മുടെ ജോബിന് വരുന്ന ആ വോയിസ് ക്ലിപ്പിലേ കൊടുത്തിട്ടുണ്ട്. 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. അപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ വരിക പോലും വേണ്ട ഇന്റർവ്യൂ. അതിനാണ് ഡീറ്റെയിൽ കൊടുക്കും. ഇല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും ജോബ് വേക്കൻസി ആഡ് കൊടുക്കുന്നത് ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോബിന് എത്തുക എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇന്റർവ്യൂവിന് നിന്ന ജനങ്ങളെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ പൊരി വെയിലത്ത് പിന്നെ നിൽക്കുക, മനുഷ്യരിങ്ങനെ കുന്നുകൂടി ഇടിച്ചൊരു ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാതെ. അവിടെ ഒക്കെ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് പോയവരല്ല. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിക്കൂലിയും മുടക്കി ജോലിക്ക് വന്നവരാണ് അവിടെ നിൽക്കുന്നവരെന്നറിയാമോ? അപ്പൊ അതേപോലെ ഇവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ വ്യക്തമായ വോയിസ് ക്ലിപ്പ് കൊടുത്തു. ഈ 15 ദിവസം ഞാൻ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ബോണ്ട് വാങ്ങിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വാങ്ങിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങളെ അപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് പിടിച്ചു കെട്ടു എന്തെങ്കിലും ചെയ്തു, നിങ്ങൾക്ക് പിറ്റേന്ന് ഇപ്പം എനിക്കെതിരെ വീഡിയോ ആരോപിച്ച് ആ കൊച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയ പോലെ നിങ്ങൾക്ക് പോയാൽ അതിന്റെ പുറകെ ഞങ്ങൾ പോയോ? അത് വീഡിയോ ചെയ്തപ്പോഴാണ് എന്താ നിനക്കുണ്ടായ അനുഭവം എന്നറിയാൻ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് വിളിച്ചത്. അല്ലാതെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നീ എവിടെ പോയെന്ന് അന്വേഷിക്കുക പോലും വേണം, ഞങ്ങൾ തിരക്കിയില്ല. അപ്പൊ അത് എന്തൊരു വിരോധാഭാസമാണ് പറയുന്നത്. ഞങ്ങൾ ഈ 15 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തപ്പോ ഇനി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഞങ്ങൾ നിങ്ങളെ ജോലിക്ക് എടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ജോലി എന്താന്ന് കണ്ട് പഠിക്കാനുള്ള സമയമാണെന്ന് പറയുന്നുണ്ട്.
ഈ പറയുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്തിനു നിന്നു? നിങ്ങൾ 1 മാസം വരെ എന്തിനു നിന്നു? 2 മാസം വരെ എന്തിനു നിന്നു? 3 മാസം വരെ അതിപീഡനമായ ക്രൂരമായ ഈ ഒരു സ്ഥാപനത്തിൽ 6 മാസവും 5 മാസവും നിന്ന് കഴിഞ്ഞ ഓണ സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നേക്കുമായി ഈ സ്ഥാപനം നിർത്തിയപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല, എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടില്ല എന്നും പറഞ്ഞ് വട്ടമിട്ട് പിടിച്ച വ്യക്തികളുടെ വോയിസ് ക്ലിപ്പുകൾ അടുത്ത ഏതെങ്കിലും ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് തരാം, മെസ്സേജുകൾ നിങ്ങൾക്ക് തരാം. ആ വ്യക്തികൾ എന്തിനെന്റെ ഈ സ്ഥാപനത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോയി? അവർക്ക് പൊയ്ക്കൂടെ, പറന്ന് പൊയ്ക്കൂടെ? ഞാൻ കയറി പിടിച്ചിട്ടുണ്ടോ? ഞാൻ ആരോടെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ഓണത്തിന് നിർത്തിയതാണെന്നേ. ഇന്നലെ ഞാൻ എന്റെ ജോലി സ്ഥാപനം നിർത്തുവാന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ പറയുന്നു ബിസിനസ് ട്രിക്കാണ്. ഒലീവിയയ്ക്ക് ബിസിനസ് ട്രിക്കിന്റെ ദൈവനാമത്തിൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവെക്കുന്നത് ഈ ഒരു ടേബിൾ തൊട്ട് ആ ഒരു ടേബിൾ വരെ കൃത്യമായി കൊണ്ടുവരുന്ന കുർത്തീസിന്റെ ക്വാണ്ടിറ്റി വീഡിയോയിൽ കാണിച്ച് തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കുള്ള ഷോ അല്ല ഞങ്ങളുടെ വീഡിയോ. അവർക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾക്കൊരു ട്രിക്ക്. നാളെ ഞങ്ങൾ വീഡിയോ നിർത്തുമ്പോൾ കസ്റ്റമർ കരയാണ്. അപ്പൊ ഞങ്ങൾ എന്തിനാണ് വീഡിയോ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബിസിനസ്സിനെ ട്രിക്കാക്കി മാറ്റുന്നത്? അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പൊ ഇവര് ഇത്രയും പേര് ഇവിടെ വന്നപ്പോൾ ഈ ഓണത്തിന് ജോലി നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവരുണ്ട്. അവരെന്തിനാണെന്നേ 3 മാസവും 4 മാസവും 5 മാസവും 6 മാസവും നിന്ന് സാലറി വാങ്ങാൻ വരെ ഈ സ്ഥാപനത്തിൽ നിന്നതെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂമിലാണ്, പ്രെയർ റൂമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എന്തൊക്കെയോ അഭിസംബോധന ചെയ്തുള്ള പേരുകളാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്. അവൾ ഇറങ്ങിയേക്കുവാണ്, ദൈവത്തിനെ കൂട്ടുപിടിച്ച് ഞങ്ങളുടെ മുന്നിൽ വന്ന് വീഡിയോ ചെയ്ത് നല്ല പിള്ള ചമയാണ്. അതിന് വന്നതല്ല, ഒരു വാക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രെയർ റൂമിൽ വെച്ച് തരാനായിട്ട് വന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ വെച്ച് ഞാൻ പറയുന്ന ഒരു വാക്കുകൾ, ഇത് പബ്ലിക് ആണല്ലോ, ആ വാക്കുകൾ എനിക്ക് ഒരിക്കലും നിരസിക്കാൻ പറ്റത്തില്ല. വീഡിയോസ് ഒന്നും തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുമില്ല. അപ്പോഴ് 40,000 രൂപ വരെ ഒലീവിയൽ സാലറി കിട്ടുമോ? അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽ തരിക, അതിന്റെ പ്രൂഫ് തരിക. ഇതൊക്കെ എന്നെ ഒരു ചോദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആരോ ആയിക്കോട്ടെ, നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കാം, എന്തായിക്കോട്ടെ, എനിക്കെതിരെ എന്തായാലും കുറെ പേര് രംഗത്തുണ്ടല്ലോ. നിങ്ങൾ ഈ പോയ കുട്ടികളെ ആരെയെങ്കിലും ഒക്കെ സമീപിച്ചിട്ട് നിങ്ങൾ എന്റെ ഓഫീസിൽ എത്തുക. 1 മാസം എനിക്ക് 40,000 രൂപ അവരുടെ വർക്ക് ചെയ്തിട്ട് അവർക്ക് ആ 40,000 രൂപ 1 മാസം കൊണ്ട് വർക്ക് ചെയ്ത് കിട്ടത്തില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു തന്നാൽ, പ്രൂഫോടുകൂടി തെളിയിച്ച് അവരെയും കൊണ്ട് തെളിയിപ്പിച്ച് തന്നാൽ ഓരോ വ്യക്തികൾക്കും ഞാൻ 1 ലക്ഷം രൂപ വീതം വാഗ്ദാനം ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഏതെങ്കിലും എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കുട്ടികളുമായി വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾക്കിത് തെളിയിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്റെ ഓഫീസിൽ എത്തുക. ഇവിടെ 1 മാസം വർക്ക് ചെയ്തിട്ട് 40,000 രൂപ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ആ ഓരോ വ്യക്തികൾക്കും 1 ലക്ഷം രൂപ വരെ ഞാൻ തരുമെന്ന് ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും രൂപ സാലറിയും ഫ്രീഡവും എൻജോയ്മെന്റും ഒക്കെ ഉള്ള ഈ ഒരു ഓഫീസിൽ നിന്ന് ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ പോകുന്നതെന്ന്. അതിലെ 1-2 പ്രൂഫ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ബാക്കിയൊക്കെ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം കൂടെ പ്ലേ ചെയ്യുന്നില്ല. അത്യാവശ്യമുള്ളതുണ്ട്. അതിൽ പറഞ്ഞ പോലെ നമ്മുടെ രോഷത്തോടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ പച്ചയായ മനുഷ്യരാണ്. നമുക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു നന്മയുടെ ഭാഷയെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് അതല്ല കിട്ടുന്നെങ്കിൽ നമ്മൾ എല്ലാവരും രോഷാകുലരാകും. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെ ഒരെണ്ണം കേൾപ്പിക്കാം. ഞാനും എന്റെ ഇളയ മോളും കൂടെ ചേർന്ന മോളെ ഇതിനടുത്ത് പോയി നീ നിന്ന് രക്ഷപ്പെടും. ആഹാരം കഴിച്ചെങ്കിലും കിടക്കാവല്ലോ. ഞാനും എന്റെ ഇളയ മോളും കൂടെ ചേർന്ന മോളെ ഇതിനടുത്ത് പോയി നീ നിന്ന് രക്ഷപ്പെടും. ആഹാരം കഴിച്ചെങ്കിലും കിടക്കാവല്ലോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. ഒരു
ആവത്തില്ല സാറേ. കള്ളയില് ലോട്ടറി കച്ചവടം ചെയ്ത് കൊണ്ടുവന്നുള്ള മിക്കം കണ്ടാ ചെലവ് കഴിയുന്നത്. അവ പഠിപ്പിച്ച് ഏവിയേഷനൊക്കെ പഠിച്ചതാണ്. എക്സാം ഈ മാസം. എന്റെ കള്ളത്ത് തന്തയില്ല, ലോട്ടറി ഒരു ഗതിയും പരിഗണിയില്ല. ഒന്നും ഒരു ഗതിയില്ല സാറേ. കാര്യം ഒന്നെങ്കിലും രക്ഷപ്പെട്ടോന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടുത്തെ പിള്ളേർക്ക് 40,000 രൂപ 50,000 രൂപ ശമ്പളം മേടിക്കുന്നേ. ഇതൊന്ന് ഇവിടുന്ന് വന്ന് നോക്കുക. ഇവർക്ക് എൻജോയ്മെന്റ്. ഉച്ചക്ക് ഫുഡ്, ഉച്ചക്ക് ഒന്നാമത് സദ്യ പോലെ ഫുഡ് കൊടുക്കുന്നു. എൻജോയ്മെന്റ്. ഒരു 10-11 മണിക്ക് തുടങ്ങുന്നത്. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി. ഇനി ഇവർക്ക് അഡ്വാൻസ് കൊടുക്കും. നമ്മളൊരു കെയറിങ് പോലെ ചെയ്യുന്നത്. കാരണം ഒത്തിരി കുടുംബം രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് നോക്കുക. ഇതുപോലെ അഹങ്കാരി ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അവള് പോയപ്പോ ഞാൻ ഷോക്കായി പോയി. നല്ലൊരു പ്രൊഫിറ്റോട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു മൊബൈൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയും ആർക്കെങ്കിലും മൊബൈൽ വാങ്ങിക്കുക, പൈസ ഇല്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും. അഡ്വാൻസ് കൊടുക്കും. അപ്പൊ ഇത് ആദ്യം ഞാനത് ഷോപ്പിൽ പറയാം. ഇത് കേട്ടപ്പോ എന്റെ വൈഫിനോട് ചോദിച്ച് ക്ലിയർ ആക്കിയപ്പോ ഷോക്കായി പോയി. പറഞ്ഞു വിട്ടല്ല. പോയപ്പോൾ ഇതിന്റെ ട്രെയിനിങ് കൂട്ടി ഇതിന്റെ കാല് പിടിച്ചത്. അപ്പൊ പറയാതെ ഇവരൊന്ന് അഹങ്കാരം സഹിക്കാൻ എനിക്ക് ആവശ്യമില്ല. ഞങ്ങളല്ല, ഞാനും വൈഫുമില്ല, ഞങ്ങളല്ല. അവിടെ സൂപ്പർവൈസർ ചെയ്തു. അവരെന്തോന്ന് വഴക്ക് പറഞ്ഞു. അപ്പൊ അവളെയൊന്ന് സഹിക്കുന്ന ഗതികേട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് എയർപോർട്ടിൽ പോയ 10,000 രൂപ സാലറി കിട്ടും. എനിക്ക് അവൾ പൊസിഷൻ ജോലിയാണ്. നിന്റെ ഒന്നും ജാറയും പേര്. എന്തോ അഹങ്കാരം പറഞ്ഞിട്ടാ പുല്ലിവിടുന്ന് പോയത്. ജോലി ചെയ്താലല്ലേ കിട്ടോ? അവിടെ പോയി ജോലി ചെയ്താലല്ലേ കിട്ടും സാറേ. അറിയാം, ഓരോ ജോലിക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അഡ്വക്കേറ്റ് ക്ലർക്കാ ഞാൻ കോടതിയിൽ അഡ്വക്കേറ്റ് ക്ലർക്കാ. എനിക്കില്ലേ ടെൻഷനും കാര്യങ്ങളും പറഞ്ഞ മാമ ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ഇവരെ കാലെ പിടിക്കുമ്പോഴാണ് ഇവര് ഡ്രസ്സ് എടുത്ത് അയക്കുന്നത്. കാരണം ഇഷ്ടം പോലെ ഓർഡറാണ്. ഇവിടുത്തെ പിള്ളേർ 40,000 50,000 ഈ മാസം പലതും 50,000 രൂപ ഉണ്ട്. അങ്ങനെ മേടിക്കുന്നത്. ഉച്ചയ്ക്ക് ഒന്നാമത് സദ്യ കൊടുക്കുന്നത്, ഒന്നാമത് വീടെടുത്ത് കൊടുക്കുന്നത് താമസിക്കാൻ വേണ്ടി. ഈ ഭയങ്കര സൗകര്യം. കാരണം എന്റെ വൈഫ് ഇവരുമായിട്ട് എൻജോയ് ചെയ്ത് പോവുകയാണ്. അത്രയ്ക്ക് ഫെസിലിറ്റി കൊടുത്തിട്ട് ഒരു നല്ല ഡ്രസ്സ് ഞാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ശ്രദ്ധിക്കും, മിണ്ടത്തൊന്നുമില്ല. ഇവരെ ശ്രദ്ധിക്കും. ഇതൊരു നല്ല ടോപ്പിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പോയപ്പോൾ ഇതിന്റെ ട്രെയിൻ കൊടുത്തിട്ട് പാവപ്പെട്ട കുട്ടി പറഞ്ഞു, പോലെ മോളെ ഇതൊരു ഫെസിലിറ്റി എനിക്ക് കിട്ടത്തില്ലോട്, ഇത്രയും ശമ്പളം കിട്ടുന്നതല്ലേ. എനിക്ക് സൂപ്പർവൈസർ അഹങ്കാരം സഹിക്കുന്ന ഗതികളൊന്നും വന്നിട്ടില്ല. എനിക്ക് എയർപോർട്ടിൽ 11,000 രൂപയ്ക്ക് ജോലി കിട്ടുന്നത് പോയി. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. എയർപോർട്ടിൽ പണിയിടം കിട്ടും. വർക്ക് ചെയ്തൂടെ? ഇവർക്ക് എപ്പോൾ വേണേലും അവധി എടുക്കാം. ആ സൂപ്പർവൈസർ പോയി. എന്റെ സൂപ്പർവൈസർ കൃഷ്ണ കാല് പിടിച്ചു. ഞാൻ ആരതിയോട് ഞാൻ അവരെ കൂടെ അങ്ങോട്ട് വിളിപ്പിക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ പേര് കേട്ടപ്പോ ഷോക്കായി പോയി. വിളിച്ച എന്താണ് കാര്യം? ഇതുപോലൊരു അഹങ്കാരി എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് ഇവിടെ വന്ന് ഇത്രയും പരിസരത്തല്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിച്ചാ പോയതാണ്. അവൾ എവിടെയെങ്കിലും പോയി കണ്ടിട്ട് അത്രയ്ക്ക് അഹങ്കാരം കാണിച്ചിട്ട് ഇവിടെ ഇറങ്ങിപ്പോയതാ. ഞാൻ മാമിനെ സ്റ്റാഫിനെ കൂടെ വിളിപ്പിക്കാം. സൂപ്പർവൈസർ അല്ല, ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത പാപ്പറ തന്നെയുണ്ട്. അവള് കാലം പിടിച്ച് മോളെ നീ പോകരുത്. ഒരു 10-40,000 രൂപ കിട്ടും. ജോലി എനിക്ക് എയർപോർട്ടിൽ ജോലി കിട്ടും. ഈ സ്ത്രീയുടെ അപ്പൊ അതൊരു പാപ്പറ സ്ത്രീയാണ്. ഈ സൂപ്പർവൈസർ പറയുന്നത് വഴക്കൊന്നും പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പിള്ളേരെ വഴക്ക് പറയുന്നത്. എല്ലാവരും പല കുട്ടികളായിട്ട് വരുന്നതാണ്. അവരെ വഴക്ക് പറയുന്നത്. സൂപ്പർവൈസർ അത് വഴക്ക് പറയത്തില്ല. എന്തെങ്കിലും ഒന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയും. അത് സഹിക്കാൻ പറ്റില്ല. എയർപോർട്ടിൽ 100 പേര് ചീത്ത വിളിക്കും. ഞാൻ വിളിച്ചെല്ലാവരും കാര്യമായി. ഒട്ടുമഹാൻ കാര്യമാണോ? വിളിച്ച കാര്യമായി ഞാൻ സൂപ്പർവൈസറെ കൊണ്ട് മാമിനെ വിളിപ്പിക്കാം. പിള്ളേരെ കൊണ്ട് ഞാൻ മാമിനെ വിളിപ്പിക്കാം. ഇവിടെ കോട്ടും അഹങ്കാരം കാണിച്ചിട്ടാ പോയി ഇവിടുന്ന്. 40,000 സുഖിച്ച് ജോലി ചെയ്തിട്ട് ഏത് റൂമിലുള്ള ജോലി? ഏത് റൂമില് ഉച്ചയ്ക്ക് ഒന്നാമത്തെ ഫുഡ്, നല്ല താമസസൗകര്യം, 10-40,000 ശമ്പളം. വിളിക്കുന്ന അവളോട് ചോദിച്ചത് ഒരു മാസം എത്ര കിട്ടുമെന്ന്. അവൾ കുടുംബം രക്ഷോട്ട് പോയാല്. ഓക്കെ, താങ്ക് യു വിളിച്ചതാക്കിയ സന്തോഷം. ഓക്കെ, അറിഞ്ഞല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങളെ ഞാനായിട്ടാണ് എൻ്റെ വീഡിയോ കൂടെ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്തിരിക്കുന്നത്. അത് കേൾക്കുന്ന ചിലർക്ക് തോന്നും ഇങ്ങനെയാണോ നമ്മളൊരു പേരന്റിനോട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും
അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്, നമ്മൾ എല്ലാവർക്കും തന്നെ പല മുഖങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരാൾ നമ്മളോട് ഒരാളോട് അത്രത്തോളം ആത്മാർത്ഥതയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ചൂടാകും, നമ്മളെല്ലാവരും ദേഷ്യപ്പെട്ട് സംസാരിക്കും, സങ്കടം വരുമ്പോൾ കരയും, എല്ലാം ഉണ്ട്. ഈ നെഗറ്റീവ് പറയുന്ന എല്ലാ ആൾക്കാരിലും ഇതെല്ലാം ചെയ്യുന്നവരാണ്. മനസ്സിലായില്ല? ഇപ്പൊ ഇതൊരു പേരന്റിനോട് സംസാരിച്ചിട്ട് എന്താ കുട്ടിയുടെ അമ്മ ഒന്നും പറയാഞ്ഞത്? അവരുടെ നിവൃത്തികേട് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ജോലിക്കാക്കിയപ്പോ ആ കുട്ടി ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് പോവാണ്. മനസ്സിലായില്ല? അപ്പൊ ഇങ്ങനെയാണ് ഇവിടുന്ന് ഓരോ കുട്ടികളും പോകുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്ന ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ആയിട്ട് വരുമ്പോ കുറെ ക്ലിപ്പുകൾ കേൾപ്പിക്കാം. പെറ്റമ്മയെ മാറ്റി പറഞ്ഞവർ, നമ്മുടെ സ്റ്റാഫുകളോട് സങ്കടങ്ങൾ പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പുകൾ കിടക്കുന്നത്, പിന്നെ അച്ഛൻ തിരക്കി വരും, എന്നെ എൻ്റെ അമ്മയും ഒന്നും കാണിച്ചു കൊടുക്കലെന്ന് പറഞ്ഞ് ഞങ്ങളോട് വന്ന് കരഞ്ഞു പറഞ്ഞവർ, ഇങ്ങനെ ഒരു ലിസ്റ്റ് എൻ്റെ കൈ കിടപ്പുണ്ട്. ഇതെല്ലാം കേൾപ്പിക്കണമെങ്കിൽ എനിക്ക് ഒരു എപ്പിസോഡൊന്നും അല്ല, എനിക്കൊരു 10-15, കാരണം അത്രത്തോളം സ്റ്റാഫുകളല്ലേ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോ ഞങ്ങൾ ഈ ഒരു ബിസിനസ് ഇങ്ങനെ തുടങ്ങിയേക്കുന്നെന്ന് പറയുന്നത് ഒരുപാട് റിസ്കിൽ കൂടാണ്. അപ്പൊ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകും, ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാകും. ഞങ്ങളൊരു ജോലി സ്ഥാപനമായിട്ട് ഈ ഒലീവിയെ കണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കി എത്രയോ സ്ഥാപനങ്ങൾ ഇന്ന് ഫേമസ് ആയിട്ട് നിൽപ്പുണ്ട്. അവർക്ക് എന്താണ് ഒരു ആരോപണങ്ങളും വരാത്തത്? അവരെല്ലാരും വിചാരിക്കുന്നത് ഞങ്ങൾ എല്ലാരും ബെറ്റർ ആണ്. ഏത് സ്ഥാപനത്തിലാണ് സ്റ്റാഫുകളെ അനിയത്തിമാരായിട്ട് കാണുന്നത്? നിങ്ങൾ ഇന്ന് കുറെ പേര് എടുത്തിട്ട് ഒലീവിയെ മോശമായിട്ട് പറഞ്ഞത്, വാ ഞാനും നിങ്ങളുടെ കൂടെ വരാം. കേരളത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളും നമുക്ക് കയറി ഇറങ്ങാം. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു ജ്വല്ലറി വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോ എന്റെ സ്റ്റാഫ്, അതായത് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് തന്നെ ചോദിച്ചാണ്, നിങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു? ഞങ്ങൾ രാവിലെ തൊട്ട്, ഒരു ആണാണ് കേട്ടോ, പെണ്ണല്ല, ഞാൻ രാവിലെ തൊട്ട് പ്രഷറായിട്ട് നിൽക്കുവാണ്. കാരണം ഈ മാസം എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വിഷമങ്ങളും കൊണ്ട്. നമുക്ക് സർവേ എടുക്കാം, ഞാൻ ധൈര്യത്തോടെ നിങ്ങളുടെ കൂടെ വരുന്നു, നമുക്ക് എവിടെയും പോകാം. ഹാപ്പിനെസ് 100% ഞാൻ ഹാപ്പിനെസ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്ന കേരളത്തിലെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വളർത്താം, നമുക്ക് ഒരുമിച്ച് വളർത്താം. കാരണം എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾ ഇങ്ങനെ ഒലീവിയെ മാത്രം ക്രൂശിക്കാൻ വരുമ്പോൾ ഈ നിൽക്കുന്നവരെല്ലാവരെയും, പിന്നെ അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥാപനത്തിൽ പോയി, പേരൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല, അവിടെ പോയപ്പോൾ അവിടെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജ്വല്ലറി എടുത്തെടുത്ത് തന്നെയാണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ കുടുംബങ്ങളിൽ കല്യാണം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയണം. ഓരോ സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ ഓരോ പ്രൈവറ്റ് ബാങ്കുകളിൽ അവര് പൈസ കൊടുത്തിട്ട് പിരിക്കാൻ വിടുന്നത്, ഫീൽഡിലേക്ക് വിടുന്നത് കുട്ടികളെയാണ്. രാവിലെ തൊട്ട് വെയിലും മഴയും അനുഭവിച്ച് വീടുകളുടെ മുന്നിൽ കൊണ്ടുപോയി അതിന്റെ മുന്നിലിരുത്തി. പിന്നെ നിങ്ങൾ ചോദിക്കും, ഒലീവിയുടെ കസ്റ്റമറിനെ കണ്ടുപിടിച്ചല്ലേ ഇവര് ബിസിനസ് ചെയ്യുന്നത്? അതിനും ഞാൻ നിങ്ങൾ പറയാം, ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഇന്ന് വരെ എന്റെ പോയ സ്റ്റാഫുകളോ നിന്ന സ്റ്റാഫുകളോ അവരൊരു കസ്റ്റമറെ ഒലീവിയെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് ഏതെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ തെളിയിപ്പിച്ചാൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് പാരിതോഷികം ഞാൻ തരാം. ഇത് ഞാൻ കൊടുക്കുന്ന കസ്റ്റമറാണ്. പിന്നെ കോൺഫിഡൻസ് എനിക്ക് ഉള്ളത് കൊണ്ടാണെന്നേ ഞാൻ എല്ലാ ആഴ്ചയിലും പരസ്യം ഇട്ട് എനിക്ക് പറ്റുന്ന ജീവിക്കാൻ വരുന്ന കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നത്. ഞാൻ 3-4 പീസ് കൊണ്ടുവന്ന് ഒരു വീഡിയോ ചെയ്ത് പോകുന്ന ഒരു ഷോപ്പല്ല എന്റേത്. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കേരളത്തിന് പുറത്തും എല്ലാ യൂണിറ്റുകളും ഡെയിലി ഒലീവിയയ്ക്ക് വേണ്ടി 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകളാണ്. സൂററ്റിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, കേരളത്തിൽ തന്നെ പല ജില്ലകളിലുണ്ട്. ഇവിടെ എല്ലാം എനിക്കുള്ള പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒലീവിയയ്ക്ക്. അവരോട് തിരക്കാം, 1, 2, 3, 4, 5, 6 പീസ് അല്ല എനിക്ക് വേണ്ടി പ്രൊഡക്ഷൻ നടത്തുന്നത്. അവര് ചെറിയൊരു ലാഭം, അവർക്ക് ഒരുപാട് ലാഭമോ കാര്യങ്ങളോ ചെറിയൊരു ലാഭം എടുത്ത്, അതേപോലെ തന്നെ ഞാനും ഈ ഇടനിലക്കാരും ആരും ഇല്ലാതെ ഡയറക്റ്റ് എന്റെ കൈകളിലേക്ക് കിട്ടുമ്പോൾ എനിക്കും വേണ്ടെന്ന് 500, 600, 700 ഒന്നും എനിക്ക് വേണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബിസിനസ് ആണ് നോക്കുന്നെങ്കിൽ എന്റെ പഴയകാല വീഡിയോ നോക്ക. ഞാൻ 699 രൂപയ്ക്ക് ഹാൻഡ് വർക്ക് കൊടുത്തോണ്ടിരുന്നപ്പോ കേരളക്കര കൊടുത്തോണ്ടിരുന്നത് 850, 950-നാണ്. അപ്പൊ എനിക്കും കൊടുത്താൽ പോരെ 850? എനിക്ക് എന്ത് രൂപയാ കിട്ടുന്നത്? ഞാൻ അവിടെ 850 രൂപയ്ക്ക് കൊടുത്താൽ എന്നെ വിശ്വസിച്ച് ഞാൻ 30,000, 40,000 രൂപ കിട്ടുമെന്ന് ആട് കൊടുത്ത് എന്നെ വിശ്വസിച്ച് ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാഫുകൾക്ക് ആ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റില്ല. കാരണം 850 കൊടുക്കുമ്പോൾ 5 ഓർഡർ ആയിരിക്കും അവർക്ക് വരുന്നത്. പക്ഷെ ഞാൻ 499 രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്റെ പിള്ളേർക്ക് ഓർഡർ കിട്ടണം. അവരൊരാളെ അങ്ങോട്ട് വിളിച്ച് ഏതെങ്കിലും ഒരു കസ്റ്റമർ പറ, ഈ വീഡിയോ കാണുന്ന വ്ളോഗർമാരെ നിങ്ങൾ എന്റെ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യുക. എന്റെ കസ്റ്റമേഴ്സ് എന്തായാലും ഒലീവിയുടെ കമന്റ് ഇട്ടിട്ടുണ്ട്.
അവരോട് ചോദിക്കുക, രാവിലെ മുതൽ എന്റെ പിള്ളേര് വിളിക്കുകയാണ്, അല്ലെങ്കിൽ പോയവരെയും കൊണ്ട് തെളിയിപ്പിക്കുക, രാവിലെ മുതൽ വിളിക്കുകയാണ്, ഒലിവിയിലെ ടോപ്പ് വന്നിട്ടുണ്ടേ, ഒന്നെടുത്ത് സഹായിക്കാമോ, ഞങ്ങൾക്ക് ഇന്ന് ഇത്ര രൂപ അച്ചീവ് ചെയ്യണം. ഏതെങ്കിലും ഒരു കുട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് പാരിതോഷികം വേണമെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങളുടെ കാല് പിടിച്ചുള്ള ഞാൻ വീഡിയോ ഇട്ട് തരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആ രീതിയിലുള്ള വീഡിയോ ഇട്ട്, ഇത് ഞാൻ രാവിലെ വീഡിയോ ചെയ്യുന്നു, വീഡിയോ പ്രോഡക്റ്റ് കൊണ്ട് വെക്കുന്നു, 5 മിനിറ്റ് 10 മിനിറ്റ് ഷൂന്ന് പറഞ്ഞ് തീരുവ സാധനം. അപ്പോഴത്തേക്ക് എന്റെ പിള്ളേർക്ക് ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ 30 ഓർഡർ കിട്ടി. 499 30 ഓർഡർ കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ അവർക്ക് ആ ഒരു ഒറ്റ വീഡിയോയിൽ എത്ര എമൗണ്ട് കിട്ടിയെന്ന്. പിന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ വീഡിയോ ഇത്ര ക്വാണ്ടിറ്റിയിൽ, അപ്പൊ അവർക്ക് എത്ര കിട്ടി. വീണ്ടും മൂന്നാമത്തെ വീഡിയോ വരുക, അവർക്ക് എത്ര രൂപ കിട്ടിയെന്ന് ചോദിക്കുക. രാവിലെ തൊട്ട് ഓരോ കസ്റ്റമറിനെയും വീട് വളപ്പിൽ വെയിൽ കൊണ്ട് മഴ കൊണ്ട് എന്റെ പിള്ളേരെ ഞാൻ വിടുന്നില്ല. AC റൂമിൽ അവിടെ ഇരുന്ന് ഫോൺ എടുക്കുമ്പോൾ ഞാൻ എന്റെ കസ്റ്റമേഴ്സ് അങ്ങോട്ട് വിളിക്കുക, ഒരു ഓർഡർ എടുക്കണേ, ഇതാണ്ട് ഇവർ എടുക്കുന്നില്ല അച്ചു, ഇവര് കോൾ എടുക്കുന്നില്ല അച്ചു എന്നുള്ള പരാതിയാണ്. കാരണം അവർക്ക് താങ്ങമേ അത്രത്തോളം കസ്റ്റമേഴ്സ് അവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർക്ക് ആ എമൗണ്ട് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒലിവിയെ ക്രൂശിക്കാൻ വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നേ. നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ സർവേ എടുക്കുക, അവിടെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോന്ന്. ഇവിടെ മാത്രം വന്ന് നിങ്ങൾ ഇത് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ എന്തിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ്, ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്നും എന്തിനു വേണ്ടി തുടങ്ങിയെന്നും അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വിചാരിക്കും, നമുക്ക് ഈ ഇത്രയും നിങ്ങൾ സ്നേഹത്തോടെ കരുതുന്ന സ്റ്റാഫുകളോട് നമ്മൾ ദേഷ്യപ്പെടുന്ന എന്തിനാ? നോർമലി എപ്പോഴും ഒന്നും ദേഷ്യപ്പെടാറില്ല. വല്ലപ്പോഴും നമ്മുടെ കസ്റ്റമർ കംപ്ലൈന്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരു സ്റ്റാഫുകൾക്കും പേഴ്സണലായിട്ട് കൊടുക്കാറില്ല. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനകത്ത് അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ 10,000-ഓ 15,000-ഓ അല്ല കൊടുക്കുന്നത്. ഇത്രയും രൂപ ഞങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ തെറ്റ് ഞങ്ങളുടെ കസ്റ്റമർ ആണ് ഞങ്ങളെ ഈ ഒരു സപ്പോർട്ട് തരുന്നത്. ഈ മിനിറ്റുകൾ കൊണ്ടുവന്ന് വെക്കുന്ന തീരുന്നോണ്ടാണ് അവർക്ക് മേടിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് മേടിക്കുമ്പോൾ ആ കസ്റ്റമർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദൈവ തുല്യമാണ്. ആ കസ്റ്റമറിനെ ഞങ്ങൾ കെയർ ചെയ്യണം, അവരെ ഞങ്ങള് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പലരും പറയും ഞങ്ങൾക്ക് ഇവിടെ ഓരോ ആഴ്ചയിൽ ഇന്റർവ്യൂവിന് വരുമ്പോൾ അവരൊന്നും ഞങ്ങളുടെ ജോലിക്കാരല്ലല്ലോ. അവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, 15,000 രൂപ കേരളത്തിൽ സാലറി കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഒരാളും കൈപൊക്കിയിട്ടില്ല വന്നവര്. അതേപോലെ തന്നെ എറണാകുളത്ത് പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ 10,000 രൂപ 12,000 രൂപ സാലറി കിട്ടുന്ന അവിടെ ഹോസ്റ്റലിന് കൊടുക്കണം 6,000 രൂപ 5,000 രൂപ. അത് കഴിഞ്ഞ് ബാക്കി അവർക്ക് എത്ര കിട്ടും? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് 8, 10, 12 അല്ല, 40,000 രൂപ വരെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള റൂളുകളുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ റൂളുകൾ. കാരണം ഇപ്പൊ നിങ്ങൾ ഗൾഫിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, നിങ്ങൾ ഡെയിലി ഒന്നൊന്നൊന്നൊന്ന് വീതം അന്നേരം അയക്കത്തില്ല. നിങ്ങൾ ഈ കുട്ടികളുമായിട്ടാണ് നിങ്ങൾ നോക്കുക, ഒലിവിയുടെ വീഡിയോ എടുത്ത് നോക്കുക, അവിടെ കൊടുത്തിരിക്കുന്ന അച്ചുവിന്റെ നമ്പറല്ല സ്റ്റാഫുകളുടെ നമ്പരാ. അത് കണ്ട് നിങ്ങൾ ഇവരെ ഓർഡർ ചെയ്യാനായിട്ട് വിളിക്കുമ്പോഴത്തേക്കും ഇവരാണ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്. ഇവര് ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവ് ആക്കാം, നിങ്ങളെ ചൂടാകാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ചിരിപ്പിച്ച് നിർത്തുന്നതാണെന്ന് കുറച്ച് പേര് പറഞ്ഞു. ഈ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന ഇവരാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും ഈ ഇത്രയും സ്റ്റാഫുകളുടെ കൂടെ നിൽക്കുവല്ല. ഒരു കസ്റ്റമർ വന്നു നോക്കുമോളെ എന്താ അങ്ങനെ ഇരിക്കുവല്ല, ഇവർക്ക് പ്രൈവസി കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരാളെ ദേഷ്യപ്പെട്ടാൽ ഈ കുട്ടികൾ ആ കസ്റ്റമറെ പിന്നെ അറ്റൻഡ് ചെയ്യുമോ? അവരോട് നല്ല രീതിയിൽ സംസാരിക്കുമോ? എന്റെ ബിസിനസ്സിനെ ഞാൻ തന്നെ കൊണ്ടുവന്ന് കൊളത്തിച്ചടിക്കുന്നു. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും എവിടെങ്കിലും ഒന്ന് കേൾക്കുമ്പോ ഇനി വരികയാണ്, എന്താ അർത്ഥം, എന്താ കാര്യം, എന്താ ഇതൊന്നും അറിയണ്ട, ഓടിച്ചാടി എങ്കിൽ വരുന്ന അയ്യോ ഞാൻ ഇതാക്കി ഇതാണോ ഇന്നത്തെ ഈ ഒരു രീതി എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുമ്പോൾ നമ്മള് ലണ്ടനിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ പുറത്ത് പോയി പഠിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ വലിയ കാര്യത്തിൽ വീട് ലോൺ വെച്ച് വസ്തു ലോൺ വെച്ച് 20 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടി ഇവരിവിടുന്ന് ഒരു പ്രതീക്ഷയോടെ ജീവിതം എന്റെ കൈക്കുള്ളിലായി എന്നുള്ള പ്രതീക്ഷയോടെ ഇവരിവിടുന്ന് പോവാണ്. അവിടെ ചെന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അവിടെ ഒരു കുട്ടി ചെന്നിട്ട് ജോലിയില്ല, ഈ വീട്ടിൽ നിന്ന് വീട്ടുകാർ 50,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കും അതിന്റെ മാസ ചെലവിന്. അത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. പിന്നെ അവരൊക്കെ അവിടെ പോയി ചെയ്യുന്ന ജോലി എന്താണ്?
എല്ലാരും AC റൂമില് കോട്ടും സ്യൂട്ടും ഇട്ടിരിക്കുവാണോ? അവര് മണിക്കൂറിന് അവിടെ ഓരോ സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പ് ആണെങ്കിൽ പെട്രോൾ പമ്പ്, അതേപോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് സ്ഥലങ്ങളിൽ മണിക്കൂറുകൾക്ക് പോയി ജോലി ചെയ്തുകൊണ്ടാണ് അവർ പലരും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും. മനസ്സിലായി? ഈ ഇത്രയും എമൗണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ഇവരവിടെ പോയി ഇത് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 1 രൂപ പോലും വാങ്ങിക്കാതെ 15 ദിവസത്തെ ട്രെയിനിങ് പീരീഡ് എല്ലാം കണ്ട് മനസ്സിലാക്കി താല്പര്യം ഉണ്ടെങ്കിൽ 15-ാം ദിവസം തൊട്ട് ജോലിക്ക് കയറാൻ വീട്ടുകാരെ കൊണ്ടുവരണം. ഞങ്ങൾ ഈ കണ്ണൂരും കാസർഗോഡും കിടക്കുന്നവരോട് ഒരിക്കലും ഞങ്ങൾ പറയാറില്ല നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വരണമെന്ന്. ഞങ്ങളുടെ വോയിസ് ക്ലിപ്പിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫോൺ ഇന്റർവ്യൂ മതി, അവരോട് വരാൻ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഞങ്ങൾ വ്യക്തമായി എല്ലാ കാര്യങ്ങളും ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മള് ഈ 1 രൂപ പോലും ഞങ്ങൾ മേടിക്കാതെ 40,000 രൂപ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഒരു തെറ്റ് കാണിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചും പ്രതികരിക്കണ്ടേ? ഞങ്ങൾ അവരോട് പറയാൻ പറ്റുമോ അയ്യോ പിന്നെ മോളെ പോട്ടെ മോളെ എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കിട്ടിയെങ്കിൽ അവർ ചോദിക്കുന്നത് എന്നോടാണ്. നാളെ അവർ ഒലീവിയക്കെതിരെയാണ് പറയുന്നത്, അല്ലാതെ കുട്ടികൾക്കെതിരെ അല്ല പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി ഓർഡർ എടുത്ത സാധനം കിട്ടിയില്ലെങ്കിൽ അവരാകെ പറഞ്ഞ അച്ഛനെയാ പറയുന്നത്, അല്ലാതെ പിന്നെ സ്റ്റാഫുകളെ അല്ല പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്റെ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ എന്റെ ടോണിൽ അല്പം വ്യത്യാസം വരും, അത് സ്വാഭാവികമാണ്. ആരാണ് ദേഷ്യപ്പെടാത്തവർ? ആരാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ? ആരാണ് എന്ത് കണ്ടാലും പോട്ടേന്ന് പറഞ്ഞ് കൂളായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള മുതലാളിമാരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു സ്ഥാപനങ്ങളും ഉണ്ടാവില്ലെന്നേ. ബിസിനസ് ആണ്. അവിടെ ബിസിനസിന്റേതായിട്ടുള്ള സ്ട്രിക്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൊട്ടനെ പോലെ ആട്ടം കണ്ടുകൊണ്ടിരുന്നാൽ ഒരു സ്ഥാപനങ്ങളും വളരത്തില്ല. അത് 100% സത്യമാണ്. അത് ഇടുമ്പോഴേ നമ്മളൊരു വെറുതെ വന്നൊരു ഫോൺ പിടിച്ച് 2 വാക്ക് പറയുന്നതല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതിന് കുറെ ത്യാഗമുണ്ട്, റിസ്ക് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. അത് ചെയ്ത് വന്നവർ ജീവിതത്തിൽ വിജയിക്കും. അവരെ ക്രൂശിക്കാൻ വരുന്നവരോട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ നമ്മൾ ഒത്തിരി പറഞ്ഞു പോകണ്ടെന്നേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ എന്നോട് വന്ന് പുള്ളിക്കാരൻ ചോദിച്ചതിനുള്ള മറുപടികൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ തരുന്നുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് എന്റെ മുമ്പിൽ ഇരുന്ന് ആരോപണം നടത്തുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത്. ഇവരെയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല. എനിക്ക് ബോധിപ്പിക്കേണ്ടത് നിയമത്തിന്റെ മുന്നിലാണ്. ആ നിയമത്തിന്റെ മുന്നിൽ ബോധിപ്പിക്കാനുള്ള എല്ലാ എവിഡൻസുകളും അതിനായിട്ടുള്ള എല്ലാ ആസ്തിയും എനിക്ക് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാം. അതിന് മുമ്പിട്ടായിട്ട് എനിക്കിപ്പം പബ്ലിക്കിൽ കൂടെ നിങ്ങൾ വന്ന് എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്താലും ഞാനൊരു ഫിലിം ആക്ട്രസ് അല്ല. കാരണം ഈ കമന്റ് കാണുന്ന ഇത്രയും പേര് നാളെ തൊട്ട് എന്റെ സിനിമ കാണത്തില്ലെന്ന് പറഞ്ഞ് എന്റെ കഞ്ഞൂടി മുട്ടി മക്കളെ. അതേപോലെ തന്നെ ഞാൻ നാളെ ഇലക്ഷന് നിൽക്കുക. എനിക്ക് ഇത്രയും പേരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വോട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ എന്റെ ആ ഒരു പാർട്ടി പ്രവർത്തനം സ്റ്റോപ്പായി. ഇതൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്നത് ഈ കേരളത്തിൽ പറയട്ടെ, എന്റെ കസ്റ്റമേഴ്സ് പറയട്ടെ, ഒലീവിയ പിന്നെ വേണ്ടെന്ന് പറയട്ടെ, അവര് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കുർത്തീസുകൾ ഇട്ടത് ഞാൻ ലാഭം നോക്കാതെ കൊടുത്തിട്ടാണ്. ഞാൻ വന്ന് 400-ക്ക് കൊടുത്തപ്പോഴാണ് കേരളത്തിലുള്ള പല ആൾക്കാരും 499 രൂപയ്ക്ക് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ഇട്ടത്. അപ്പൊ അതുകൊണ്ട് ഈ വന്നിരിക്കുന്നത് ഒന്നും തന്നെ എന്റെ ബിസിനസ് സംബന്ധമായ ആരോപണങ്ങളല്ല. എന്റെ ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ ബിസിനസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒലീവിയ അറുത്തു മേടിച്ചു എന്നോ ഒലീവിയയിൽ ഏറ്റവും കൂടുതൽ വില കൂടുതലാണെന്നോ തുണി മോശമാണെന്നോ അല്ലെങ്കിൽ അവര് തന്ന ഇതൊന്നും അല്ല വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന എത്രയോ സ്ഥാപനങ്ങൾ നല്ല ജഗജില്ലിയായിട്ട് പോകുന്നു. ഞാൻ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുന്ന സ്ഥാപനമല്ല. ഇന്ന് എന്റെ അക്കൗണ്ടിൽ പൈസ വരുന്നു, 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ഒരു ഷിപ്പിംഗ് ചാർജും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയ ഇന്ത്യയിലെ മൊത്തം സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് അയക്കുന്നത്. അതേപോലെ തന്നെ ഇനി എന്റെ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കാണും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്റെ തെറ്റ് ഏത് വ്യക്തിയുടെ മുമ്പിലും പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ചിലപ്പോൾ പിള്ളേര് ഓർഡർ എടുത്തിട്ട് ഇന്ന് അയക്കേണ്ടതിന് അവരൊന്ന് എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിന് കസ്റ്റമറെ എത്രയോ പേരെ എന്റെ സ്റ്റാഫുകൾ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്ത് കാണും. അതൊക്കെ അവർക്ക് ഉണ്ടായി കാണും. അത് അച്ചു ചെയ്തതല്ല. അതേപോലെ തന്നെ ഇപ്പൊ DTDC കൊറിയർ വഴി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ 1-2 ദിവസം ഒന്ന് ഡിലേ ആയിരിക്കും. അതും അച്ചു ചെയ്യുന്നതല്ല. അതാത് ദിവസം എന്റെ പ്രോഡക്റ്റുകൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഹോൾഡ് പോലും ഞങ്ങൾ എടുക്കില്ലെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പ്രോഡക്റ്റ് വരുന്നു, തീരുന്നു, അന്ന് തന്നെ ഇവിടുന്ന് പാക്കായി പോകുന്നു.
അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിടേണ്ടി വന്നത് ഒരു സൈബർ ആക്രമണം തന്നെയാണ്. അതായത് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്നെ മാനസികമായി തളർത്തിക്കൊണ്ട്, കാരണം ഇല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണെന്നേ, ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇത്രയും മോശപ്പെടുത്തിയപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കത് നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ. അതിന്റെ ആരാണോ അതിന്റെ സ്റ്റാർട്ടിങ്, ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും അവഹേളിച്ച ഒരു സ്ത്രീയെ ഞാൻ വെറും ഒരു വ്യക്തിയല്ല, അടുക്കളയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്നെ എന്ത് തെറിയും പറഞ്ഞിട്ട് പൊയ്ക്കോ, ഞാൻ സമൂഹത്തിൽ ഒരു ബിസിനസ് ചെയ്ത് പേരെടുത്ത ഇമേജ് എടുത്ത എൻ്റെ ഒരു സ്ഥാപനത്തിനെ എന്നെ ഒരു കൂട്ടം പെൺകുട്ടികളെ ഇവരെ എല്ലാവരെയും സമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശക്കാരാക്കി, വളരെ വൾഗറാക്കി കഴിഞ്ഞ 2-3 ദിവസമായി മാനസികമായി എനിക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു സൈബർ ആക്രമണത്തിന് നിയമമുണ്ട്, നിയമവശങ്ങളുണ്ട്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയേക്കുന്നത് ഏക്കേതാ പൂക്കേതാന്ന് അറിയാൻ വയ്യാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അതെല്ലാം എടുത്ത് പബ്ലിക്കിൽ പറഞ്ഞ് ഞാൻ നേടിയതല്ല. എനിക്ക് ബിസിനസിന്റെ വശങ്ങൾ അറിയാം, എനിക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട്. എന്റെ ഓരോ കാര്യങ്ങളും അപ്പം പുള്ളിയോട് സംസാരിച്ച ശേഷമാണ് ഞാനൊരു വാക്ക് പോലും നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ വന്നങ്ങ് സംസാരിക്കുമല്ല, പുള്ളിയുടെ വ്യക്തമായിട്ടുള്ള ഓരോ രീതിയിൽ കൂടെയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ആഗ്രഹം സ്റ്റാഫുകളെയായിരുന്നു ടാർഗറ്റ് ചെയ്തത്. നിങ്ങൾ പലർക്കും ജോലിയെ കുറിച്ചിട്ടാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, അത് തെറ്റാണ്. 100-ൽ 250% അത് തെറ്റാണ്. ഇത്രയും കുടുംബങ്ങൾക്ക് 8-10 കിട്ടിയാൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കത്തില്ലാത്ത ഞാൻ വാരിക്കോരി, അതായത് 40,000 രൂപ വരെ മേടിക്കാനുള്ള അവസരം കണ്ട കടക്കാരെ മുഴുവനും ശത്രുക്കളാക്കിക്കൊണ്ട് റേറ്റ് കുറച്ച് കൊടുത്ത് ഞാൻ അവർക്കൊരു ഹെൽപ്പ് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്തപ്പോൾ ഞാൻ മഹാമോശക്കാരിയായി. ഇനി കേരളത്തിലുള്ള ഒരു സ്ഥാപനങ്ങളും ഇത് പിന്തുടരരുത്. എനിക്ക് ഒരു തെറ്റുപറ്റി, അതേപോലെ തന്നെ ഞാൻ ഇത്രയും ലേഡീസിനെ എന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, ഒലീവിയ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വന്ന ആരോപണങ്ങളാണ്. ഞാൻ പേടിച്ച് സ്റ്റോപ്പ്, ഞാൻ എന്തിനാണെന്നേ പേടിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്? എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. അവര് വരും, അവരെ ഞാൻ രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല. ഒരാളെ ഞാൻ പോസിറ്റീവ് പറയാൻ വേണ്ടി കൂലിക്ക് കാശ് കൊടുത്ത് ഞാൻ വെച്ചിട്ടില്ല, കൂലിക്ക് കമന്റ് ഇടാൻ വെച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നേ. അതേപോലെ ആ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് അച്ചു കാരണമാണ് ഡ്രസ് ഇട്ടത്. ഞാൻ ഫുഡ് ഐറ്റംസ് അല്ല കൊടുത്തത്, ഞാൻ ഇങ്ങനെയുള്ള ഒന്നുമല്ല കൊടുത്തത്. എന്റെ ഇമേജ് പോകുമ്പോഴത്തേക്ക് അതേപോലെ അറിയാത്ത ആൾക്കാരും കൂടെ ഒലീവിയ അറിഞ്ഞു കഴിഞ്ഞു. ഒലീവിയക്ക് ഇപ്പൊ ഏത് വീഡിയോസ് ഇട്ടാലും വ്യൂസ് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്റെ ബിസിനസ്സിന് നന്നായിട്ട് നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊമോഷനും കൊടുക്കാതെ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഫുഡാ കൊടുക്കുന്നെങ്കിൽ എന്നെ നെഗറ്റീവ് ആക്കും, എന്റെ ഫുഡ് മേടിക്കാണെന്ന് നെഗറ്റീവ്. ഞാൻ ഇതുപോലെയുള്ള വർക്കുള്ള സാധനം അങ്ങോട്ട് കൊണ്ടുവന്ന് 400-ക്കും 500-ക്കും തരുമ്പോ ചൂടപ്പം പോലെ ഇന്നലെ വരെ എനിക്ക് 500 എണ്ണം 1000 എണ്ണം പോയെങ്കിൽ നാളെ തൊട്ട് 2000 എണ്ണം പോവും. അതേപോലെ എനിക്ക് ഇത്രയും ആൾക്കാർ അച്ചു എന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കി ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഡബിൾ സ്ട്രോങ് ആയി. എന്റെ ബിസിനസ് ഞാൻ വെബ്സൈറ്റ് ത്രൂ ആക്കും. വെബ്സൈറ്റ് ത്രൂ ആക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ആരോപണങ്ങളും എനിക്ക് നേരിടേണ്ടി വരണ്ട. എന്റെ ബിസിനസ് എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അതേപോലെ തന്നെ ഞാൻ ഈ വീടിന് പുറലോകം കണ്ടിട്ട് വർഷങ്ങളായി. കാരണം ഞാൻ കംപ്ലീറ്റ് ഇവിടെ, ഞാൻ കണ്ടു കാണും, എങ്ങും പോകത്തില്ല. ഒരു വെക്കേഷൻ ആയാൽ പോലും പോകത്തില്ല. കാരണം ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് വരുമാനം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകാറില്ല. ഇനി എനിക്ക് വേൾഡിന്റെ ഏത് ഭാഗത്ത് പോയും വീഡിയോ ചെയ്യാം. കാരണം വെച്ചാൽ എനിക്ക് എന്റെ 4 പ്രോഡക്റ്റ് എടുത്ത് വീഡിയോ ചെയ്താൽ മതി. നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ആണ്, ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഈ ലേഡീസിന് ജോലി കൊടുക്കുന്നതല്ലേ നിങ്ങളുടെ പരാമർശം. ലേഡീസിനെ ഒഴിവാക്കി ഇനി ഞാൻ ജെന്റ്സിന് കൊടുക്കാം. വെബ്സൈറ്റ് ത്രൂ ആക്കി ഞാൻ ജെന്റ്സിനെ വെക്കും. എനിക്ക് 15,000 രൂപ ശമ്പളം കൊടുത്താൽ നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ചൊറിച്ചിലൊക്കെയുള്ള ആൺകുട്ടികളെ കിട്ടും. അവര് വന്ന് എന്റെ പ്രോഡക്റ്റും പിന്നെ എല്ലാം പാക്കിങ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് എന്റെ ബിസിനസ് മുൻപോട്ട് പോകും. പെൺകുട്ടികളല്ലേ പ്രശ്നം. ഒരു കാര്യം ഈ വ്ളോഗ് ചെയ്തവർ, ഈ ഇത്രയും കുട്ടികളുടെ അന്നത്തിൽ കല്ല് വാരിയിട്ടവർ, നിങ്ങൾ കേരളത്തിലുള്ള സഹോദരിമാരെ പോലെ കാണുന്ന സ്റ്റാഫുകൾ രാവിലെ വരുമ്പോൾ താലം എടുത്തു വെച്ച് അവരെ ആനയിക്കുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഇത്രയും കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക. കാരണം എനിക്കിനി കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ എന്റെ ബിസിനസിന്റെ കാര്യം, എന്റെ ബിസിനസ് ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞ് നേടിയതല്ല, ഒരാളെ ട്രോളി നേടിയതല്ല, ഒരാളുടെ 5 പൈസ വഞ്ചിച്ചും
ചതിച്ചും നേടിയതല്ല. ഞാൻ അന്തസ്സായിട്ട് ഇത്രയും ബിസിനസ്സുകാരുടെ ഇടയിൽ ഞാൻ ഒരു ആളെയും കൊണ്ട് പോലും ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലും ചെയ്യിപ്പിക്കാതെ സ്വന്തം വീഡിയോയിൽ കൂടെ വളർന്നു വന്ന ഒരു സ്ഥാപനമാണെങ്കിൽ എന്റെ സ്ഥാപനം, എനിക്ക് ഇന്ന് വീഡിയോ വന്നില്ലെങ്കിലും നാളെ വീഡിയോ വന്നില്ലെങ്കിലും മറ്റന്നാൾ വീഡിയോ വന്നില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ സാധനം ചീഞ്ഞടിഞ്ഞതും ഓഫറിലും കീറിപ്പറഞ്ഞതൊന്നും അല്ല കൊടുക്കുന്നത്. ഇങ്ങോട്ട് വരിക, ചൂടപ്പം പോലെ എടുത്ത് കൊടുക്കുക, കിട്ടുന്നില്ല ആർക്കും. അതേ ഉള്ളൂ പരാതി. ഞാനത് ഡബിൾ സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോയിരിക്കും. ഈ പറയുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ കസ്റ്റമേഴ്സ് അത് വെബ്സൈറ്റ് ത്രൂ പോകും. പിന്നെ അടുത്തത്, എനിക്ക് എതിരെ വീഡിയോ ചെയ്തവർക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കൂടെ കൂട്ടായി നിൽക്കുന്ന വ്യക്തികളെ ഒരുമിപ്പിച്ച് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അഡ്വക്കേറ്റിന് കൊടുക്കാനുള്ള ഫീസും കാര്യങ്ങളും ഒക്കെ, അവർക്ക് അതാണ് ഇല്ലാത്തതെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ ആ പ്രൂഫുകളെല്ലാം കൂട്ടി ആ കുട്ടികളെ ഒരുമിപ്പിച്ച് നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ പോകണം. നിയമത്തിന്റെ മുന്നിൽ പോയിട്ട് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം സത്യമാണ് എന്ന് നിങ്ങൾ അവിടെ തെളിയിച്ച് എന്നെ ക്രൂശിക്കണം. അവിടെയാണ് നിങ്ങളുടെ ആ ഒരു മിടുക്ക് വരുന്നത്. അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും വ്യൂസ് കൂട്ടാനും നിങ്ങളുടെ റവന്യൂ കൂട്ടാനും അല്ല നോക്കേണ്ടത്. നിങ്ങൾ ഇത്രയും കുട്ടികൾ നിങ്ങൾക്ക് കട്ടയ്ക്ക് നിൽക്കുക, ഞാൻ ഒറ്റയാളേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത്ര കുട്ടികളില്ല, നിങ്ങൾ ഇത്രയും പേരെ കൂടെ വിളിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ തരാം. നിങ്ങൾ അവർ പലരും പറയുന്നു സാമ്പത്തികമില്ലെന്ന്, ഞാൻ തരാം അഡ്വക്കേറ്റ്, നിങ്ങൾ കൊടുത്ത് ചെയ്യും. അതല്ല, എന്നെ കരിവാരി തേച്ച, ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ കരിവാരി തേച്ച ആ വ്യക്തി, അത് ആരാണെങ്കിലും ആ വ്യക്തിക്ക്, കാരണം ഞാൻ പോകുന്നത് എവിടൊക്കെ ഏതൊക്കെ മാർഗത്തിൽ നിയമത്തിന്റെ മുന്നിൽ പോകാൻ പറ്റുമോ നിയമത്തിന്റെ മുന്നിൽ ഞാൻ പോയിരിക്കും. ആ വ്യക്തിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാം. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സ്ഥാപനത്തിനെ ക്രൂശിക്കപ്പെടാൻ ഒരു രീതിയിലും ഒരു ജോലി കൊടുത്തതിന്റെ പേരിൽ എന്നെ സമൂഹത്തിന്റെ മുന്നിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നത്, ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന വ്യക്തിഹത്യ. എന്റെ പലരും വീഡിയോ ചെയ്യുന്ന അവിടെ നിന്ന് എടുത്തു, പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുള്ള പലരും ചെയ്യുന്നത് പലരുടെയും പൈസ മേടിച്ചിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ചെയ്തത്, എന്നെന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് ചെയ്തത്. ഞാൻ തെറ്റ് ചെയ്യാത്ത എന്നെന്ന വ്യക്തിയെ കുറിച്ച് അത് ഞാൻ നിയമത്തിന്റെ മുൻപിൽ പോയിരിക്കും. മക്കളെ, അന്ന് ഈ കമന്റ് ഇട്ടവരോ അന്ന് ഈ വീഡിയോ ചെയ്തവരോ ഒന്നുമല്ല കോടതിക്ക് വേണ്ടുന്നത്. അവിടെ നീ തെറ്റാരോപിക്കുന്ന, നീ കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് നേരെയുള്ള ജെന്യുവിൻ ആയിട്ടുള്ള തെളിവുകളാണ്. നീ എന്തിനിത് ചെയ്തു? ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയും നീയും തമ്മിൽ എന്ത് ബന്ധം? നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനും നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയെ നീ എന്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും നീ ചെയ്തു? ഇത്രയും പിള്ളേരുടെ കഞ്ഞിൽ നീ എന്തിന് കല്ലുവാരി ഇട്ടു? നിനക്കൊരു ജോലിയല്ലേ ഞാൻ തന്നത്? നിനക്ക് താല്പര്യമില്ല, നീ നിർത്തിയിട്ട് പോയി. നിനക്കൊരു മോശ സംഭവം ഉണ്ടാകുന്നപ്പോ നീ എന്തിന് ഇങ്ങനെ കരുതി കൂട്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് ഇത് ചെയ്തു? കരഞ്ഞു മൂങ്ങി വരാനോ തളർന്നു കിടക്കാനോ ഒന്നും അച്ചു തയ്യാറല്ല. എന്റെ ചുറ്റിനുള്ളവർ കുറച്ച് പേര് വിചാരിച്ചു, അച്ചുമാം പോയേ, അച്ചുമാം തളർന്നേ, അച്ചുവിനെ എന്തേ, അച്ചു പോയേ, ഞങ്ങൾ അച്ചുവിനെ പൂട്ടിച്ചല്ലോ, ഞങ്ങൾ അച്ചുവിനെ തളർച്ചു. 5 പേരിൽ നിന്ന് ഞാൻ 3 വർഷം മുമ്പ് തുടങ്ങിയപ്പോഴാണ് എന്റെ ഫസ്റ്റ് ന്യൂസ് യൂട്യൂബിൽ കിടക്കുന്നത്. ഫസ്റ്റ് ന്യൂസ്. ആ ഫസ്റ്റ് ന്യൂസിൽ അന്ന് അച്ചു ആരുമല്ല. ആ ന്യൂസ് അവിടെ വന്നത്, അവിടുന്ന് ഞാൻ ഇവിടെ വരെ ആ ന്യൂസിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ഇന്നലെ വന്ന ആളുടെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ആ ന്യൂസിനകത്ത് പറയുന്നുണ്ട്, എന്റെ ഹസ്ബൻഡ് ഒരു കുട്ടിയെ മർദ്ദിച്ചു എന്ന്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വന്ന് നോക്കാം. എന്റെ സ്ഥാപനം പബ്ലിക്കായിട്ടാണ്, അടൂർ സെൻട്രൽ ജംഗ്ഷനിലാണ് എന്റെ സ്ഥാപനം തല ഉയർത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹാർഡ് വർക്കിൽ കൂടെ ബിസിനസ് നേടിയ ഒരു വ്യക്തി, കിഴങ്ങനല്ലല്ലോ, ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ ആ ബിസിനസ് ഇവിടെ വരെ എത്തിപ്പെട്ടത്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഒലീവിയുടെ പുറകെ നടക്കുന്നത് ആ വ്യക്തിക്ക് തലച്ചോറുണ്ടായിട്ടാണല്ലോ. അപ്പൊ ആ വ്യക്തി ഒരു സ്റ്റാഫിനെ അടിക്കുമോ? അടിച്ചാൽ ആ സ്ഥാപനം നിലനിൽക്കുമോ? ഇന്ന് യാതൊരു ഇതും ഇല്ലഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വോയിസ് അല്ലെങ്കിൽ വേറെ ഒന്നും പൊക്കിക്കൊണ്ട് ഓരോ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ ഞങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വരുമ്പോൾ ഒരു കുട്ടിയെ അടിച്ചൊരു വ്യക്തി സമൂഹത്തിൽ പിന്നീട് ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകുമോ? അല്പം ചിന്തിച്ചൂടെ? അവിടെ ഞാൻ പ്രതികരിച്ചു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്റെ സ്ഥാപനത്തിൽ വന്ന് എന്റെ സ്റ്റാഫുകളെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഞാൻ പ്രതികരിച്ചു. ആ കുട്ടി ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ഉണ്ടായി, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ഉണ്ടായി. അതിന്റെ കൂടെ വന്ന കുട്ടി മൊബൈലിൽ അത് പിടിച്ചു. ആ ഫോൺ ഞാൻ മേടിച്ചു വെച്ചു. ആ ഫോൺ കിട്ടാൻ വേണ്ടി, കംപ്ലൈന്റ് പോലും അല്ല, ആ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആ കുട്ടി സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്റെ ഫോൺ കൊടുത്തു, അവിടെ കഴിഞ്ഞു. പക്ഷെ അത്
ഇതേപോലെ തന്നെ കുറെ പേർക്ക് ശത്രുതയുള്ളത് കൊണ്ട് പുള്ളിക്കാരന്റെ മേലിലാക്കി ഒരു പെണ്ണും ആകുമ്പോൾ കേസിന് സ്ട്രോങ് ആവത്തില്ല പുള്ളിക്കാരൻ. എന്നിട്ട് എന്താ പുള്ളിയെ പിന്നെ ശിക്ഷിക്കാഞ്ഞത്? പുള്ളിക്ക് ഇത് മേടിച്ചു കൊടുക്കാൻ 1 മണിക്കൂർ പുള്ളി സ്റ്റേഷനിൽ ഇരുന്ന് കാണും. അപ്പോ ഇത് അന്ന് ഞാൻ അവിടുന്ന് വരുമ്പോൾ ഒരു നിസ്സാധാരണക്കാരിയായിരുന്നു. എനിക്ക് ഒന്നുമേ അറിയത്തില്ലായിരുന്നു. ആരിലും ഒന്ന് ഇത് പറഞ്ഞ അപ്പ് ഡൗൺ ആവുന്ന ഞാൻ അവിടുന്ന് ഇവിടെ എത്തിയില്ലേ. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ടുള്ള മലയാളികളുടെ കയ്യിൽ ഒലീവിയയുടെ കുർത്തീസ് ഞാൻ കൊടുത്തില്ലേ? ഏറ്റവും പ്രഗത്ഭരായവരെ പോലും ഒലീവിയക്ക് എത്ര ഓർഡർ ഉണ്ടെന്ന് ഞാൻ തിരക്കിപ്പിച്ചില്ലേ? ഒലീവിയക്കെതിരെ ലൈവ് ഓരോരുത്തരും ചെയ്യാൻ വന്നില്ലേ? ഒലീവിയെ നോക്കി ഇരിക്കുന്നില്ലേ? ഒലീവിയയുടെ രീതി ചെയ്യാൻ പറ്റാഞ്ഞപ്പോ ഒലീവിയെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഇൻസൾട്ടുമായിട്ട് ലൈവിൽ ഓരോരുത്തർ ഇറങ്ങിയില്ലേ? അവിടെ വരെ ഞാൻ എത്തിച്ചില്ലേ? അപ്പൊ എനിക്ക് ഇനി അങ്ങോട്ട് എന്റെ പാത വളരെ സ്മൂത്താണ്. ഈ എനിക്കെതിരെ ആരോപണങ്ങൾ പറയുന്നവർക്ക് ഇവിടെ വരാം. ഇത് പബ്ലിക് പ്ലേസ് ആണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്റെ എന്ത് തെറ്റുണ്ടെങ്കിലും ഈ കുട്ടികളെ ഒറ്റക്കെട്ടായി നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ പോയി എനിക്കെതിരെ നിങ്ങൾ മുൻപോട്ട് തന്നെ പോകണം. എവിടെ വരെ പോകാമോ അവിടെ വരെ നിങ്ങൾ ഈ കുട്ടികളുമായിട്ട് പോകണം. എന്നിട്ട് മേടിച്ചു തരണം എനിക്ക് ശിക്ഷ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അതല്ല എവിടുന്നോ വന്നൊരു വ്യക്തി, തമ്മിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, ഇച്ചി പോന്ന് വർത്തമാനം ഈ സ്ഥാപനത്തിൽ നിന്ന് പറയാത്തൊരു വ്യക്തി, ആ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് ഈ സ്ഥാപനത്തിന് പ്ലസ് പോയിന്റ് കൊടുത്തിട്ട് ഒന്നുമേ അറിയാത്ത എന്നെ സമൂഹത്തിൽ ഇത്രയും ഇൻസൾട്ട് ചെയ്യിപ്പിച്ച് 2-3 ദിവസമായി എന്റെ ബിസിനസ് തകർത്ത് എനിക്ക് എത്ര രൂപയുടെ ഓരോ രീതിയിലുള്ള നഷ്ടങ്ങൾ, ബിസിനസ് സംബന്ധമായ നഷ്ടങ്ങൾ തേച്ചു വെച്ചപ്പോൾ ഈ കുറെ നിയമങ്ങളുണ്ട് മക്കളെ. ആ നിയമങ്ങൾ വഴിയാണ് അച്ചു ഇനി മുൻപോട്ട് പോകുന്നത്. എന്റെ യാത്ര അങ്ങോട്ടാണ്. അപ്പോ നമ്മള് ഇതിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർത്തുകയാണ്. എനിക്ക് എതിരെ ഉള്ളതിന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ നിയമവശങ്ങളുമായിട്ട് ഞാൻ മൂവ് ചെയ്യുവാണ്. കൂടുതൽ എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്ക് നല്ലൊരു എമൗണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അത് ഇനിയിപ്പോ നാളെ വെബ്സൈറ്റ് ത്രൂ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്റെ നീതിക്കായിട്ട് എന്റെ വ്യക്തിപരമായി ഞാൻ മുൻപോട്ട് പോകും. അത് കൂടുതൽ ഇതിനകത്ത് പറയുന്നില്ല. അത് ആ വ്യക്തികൾക്ക് അതിന്റെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇനി അങ്ങേയറ്റമായ സുപ്രീം കോടതിയിൽ വരെ പോകണമെങ്കിലും ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ ഞാൻ പോകും. കാരണം നേരിടേണ്ടി വന്നത് ഒരുപാടാണ്. ഒരു ജോലി കൊടുത്തതിന്റെ പേരിലാണ്, വേറൊന്നിനുമല്ല. കഞ്ചാവ് കേസിലോ കള്ളക്കടത്ത് കേസിലോ വേറൊന്നിനുമല്ല, ഒരു ജോലി കൊടുത്തതിന്റെ പേരിൽ സമൂഹത്തിൽ നേരിടേണ്ടി വന്നത് വലിയ വില മതിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. അത് ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള കാര്യമാണ്. നിങ്ങളെ എന്തിനാണ് അറിയിക്കുന്നത്? അതിന്റെ വഴിക്ക് പോട്ടെ. ഇനി അടുത്തത്, നിങ്ങൾക്ക് ആർക്ക് വ്ളോഗേഴ്സിന് വേണമല്ലോ, എനിക്കെതിരെ ചെയ്തവരോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾക്ക് ഒരു കണ്ടന്റ് വേണം, നിങ്ങളുടെ ജോലി അതാണ്, എനിക്കത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അടൂർ ബൈപ്പാസിൽ വന്ന് ഒലീവിയുടെ വീട് ചോദിച്ചാൽ ഇന്ന് ഏത് കുഞ്ഞിനും കാണാപ്പാടമാണ്. അവർ പറഞ്ഞു തരും, അവരിവിടെ കൊണ്ടുവരും. നിങ്ങൾക്ക് ആ ദിവസം ഇവിടെ വരാൻ വേണ്ടി ഉണ്ടായ എത്ര എക്സ്പെൻസ് ആണോ അത് ഫുള്ള് ഞാൻ തരും. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ കുറിച്ചുള്ള തെറ്റുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സമൂഹത്തിലേക്ക് എത്തിക്കാം. എന്ത് എക്സ്പെൻസ് നിങ്ങൾ ഇവിടെ എത്തുന്നതിന്, നിങ്ങൾ കണ്ണൂരിൽ നിന്നല്ല, കാസർഗോഡ് നിന്നല്ല, ഇനി അമേരിക്കയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓരോ വ്ളോഗേഴ്സ് നിങ്ങൾ ഇവിടെ എത്തണം. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് മനസ്സിലാക്കി പോവുക. ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ നാളെ ആയാലും ഒരു വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെയും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക. അപ്പൊ ആർക്ക് വേണമെങ്കിലും സുസ്വാഗതം ഒലീവിയയിലേക്ക്. അപ്പൊ നിങ്ങൾ കളിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയോടാണ്. ആ സ്ത്രീയുടെ സമൂഹത്തിന്റെ മുന്നിൽ ആ സ്ത്രീയെ നിങ്ങൾ അത്രത്തോളം കറ വാരി തേച്ചിരിക്കുകയാണ്. സ്ഥാപനത്തിലെ പ്രോഡക്റ്റിനെ അല്ല, ഞാൻ പടുത്തുയർത്തിക്കൊണ്ട് വന്ന എന്റെ സ്ഥാപനത്തിന് ഞാനുമാണ്. അപ്പൊ ഞാൻ കയ്യും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. എന്റെ അടുത്തുനിന്ന് തെറ്റ് കാണിച്ചു പോയി എന്റെ സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ചവരെ വരെ കൈയോട് പിടിച്ചിട്ട് ഞാൻ അവരുടെ പേര് പോലും പറയാത്തവരാണ്. അവര് പോലും ഇന്ന് 20-50 കമന്റുമായിട്ട് നടക്കുവാണ്. ഒരു ജോലി സ്ഥാപനത്തിൽ വന്ന് തുണി കെട്ട് ബാഗ് വെച്ചവർ വരെയാണ്. ഞാൻ സമൂഹത്തിൽ ഇന്ന് വരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അതെ ഇന്ന കുട്ടി എന്റെ മോഷ്ടിച്ചതാണെന്ന്. എനിക്ക് പറയാം അന്തസ്സോടെ, പക്ഷെ ഞാനതെന്റെ ഇതല്ല. അപ്പൊ ഞാൻ ആരെയും ഇന്ന് വരെയും ഒരിടത്തും പേരെടുത്തൊരു നെഗറ്റീവ് പറയുന്ന ഒരാളല്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ എനിക്ക് നേരിടേണ്ടി വന്നതിന് ഞാൻ പോയിരിക്കും. അതേപോലെ തന്നെ ഇന്ന് എനിക്കെതിരെ പ്രതികരിച്ച ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അവർക്ക് ഇത്രയും എന്നോട് ദേഷ്യം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഒരു 12 രൂപ പോലെ സാലറി ഒരിടത്തുനിന്നും കിട്ടുന്നില്ല, ഈ ഫ്രീഡം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ബിസിനസ് കുതിച്ച് 2-3 വീഡിയോസുമായിട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് വിട്ടുപോയി കേട്ടോ.
ഒരു GST സംബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു എന്ന്, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറയണം, ഇല്ലെങ്കിൽ അടി കിട്ടുമെന്ന്. നിങ്ങൾ ഈ ചെയ്യുന്നവർക്ക് നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നവര് അച്ചു നാളെ ഞങ്ങൾ GSTക്കാർ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവർ വരുന്നത്. അവർ അതിന്റെ സജ്ജീകരണങ്ങളുമായിട്ട് ഏകദേശം ഒരു 20 വണ്ടികളോളം ഒരു സുപ്രഭാതത്തിൽ ഒറ്റ നിമിഷം എന്റെ ശത്രുക്കൾ ചെയ്തതാണ് കേട്ടോ. എന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയൊരു ഇതാണ്, അവർ ഒരു നിമിഷം ഇവിടെ എത്തി. അവർ ഭയങ്കര സിംഹങ്ങളെ പോലെ അലറിക്കൊണ്ടാണ് ഇവിടെ വന്നത്. ആ നിമിഷം അവർ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. വീട്ടിലെ കംപ്ലീറ്റ്, എന്റെ ഷോപ്പ്, എന്റെ ഓഫീസ്, അവര് എന്തോ 2-3 പേരല്ല വരുന്നത്, അവര് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. എന്റെ വീട്ടിലെ സെർവന്റിന്റെ വരെ ഫോൺ അവർ മേടിച്ചു വെച്ചു. എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ എന്റെ കൂടെ 2 ലേഡീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴാണ് ഓഫീസിൽ ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ GSTക്കാരോട് പറയണമെന്ന്, GST ഓഫീസർമാരോട് നിങ്ങളൊന്ന് അന്വേഷിക്കണം, അവരൊരിടത്ത് പോകുമ്പോൾ അവരെങ്ങനെയാ പോകുന്നതെന്ന്. അത്രയെങ്കിലും ഒന്ന് വിവരം കാണിച്ചൂടെ? ഒരാളെയും പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഇൻസൾട്ട് ചെയ്യുമ്പോൾ എന്തും പറയാം. പിന്നെ അതേപോലെ തന്നെ ആ വന്ന GSTക്കാർ അവർ തിരിച്ചിവിടുന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങൾക്ക് കൈ തന്നാണ്. ഇന്നും എനിക്ക് ഏത് സമയത്തും എനിക്ക് വിളിക്കാവുന്ന രീതിയിൽ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇനിയും ഇത് നല്ല രീതിയിൽ ഈ സ്ഥാപനം മുൻപോട്ട് പോകണം. അവർ പലയിടത്തും പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്ഥാപനം അവർ കണ്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിട്ടാണ് അവർ ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പം GSTക്കാർ വന്നപ്പോൾ ഏതൊരു ഭാഗത്താണെങ്കിലും ഏതൊരു ബിസിനസ് ചെയ്യുന്നവർക്കും കൊച്ചു കൊച്ചു തെറ്റുകൾ ഉണ്ടാവും. ഞങ്ങളും ആ കൊച്ചു കൊച്ചു തെറ്റുകൾ അവർ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. അതിന് ചെറിയൊരു ഫൈൻ അവരിട്ടു. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഇപ്പം നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ ഇടത്തില്ല. അതേതാണ് നമ്മൾ കൊലപാതകങ്ങളായിട്ടാണോ? അവരുടെ നിയമത്തെ നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്ന ചെറിയ ഫൈനുകളുണ്ടാവും. അവരിവിടുന്ന് പോയത് ഞങ്ങളോട് അത്ര കൂട്ടുകാരായിട്ടാണ്. അവർ പറയുന്നത് ഇത്രയും കുട്ടികൾക്ക് ജോലി കൊടുത്ത് മുന്നോട്ട് വന്നാൽ അവർ ഉച്ച സമയത്ത് ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തെ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് ഏത് സമയം എന്ത് ഡൗട്ടും മെയിൻ കമ്മീഷണറെ വരെ വിളിച്ച് ചോദിക്കാനുള്ള അത്ര സൗഹൃദത്തിലാണ് അവർ ഞങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നത്. അത് എല്ലായിടത്തും ഉള്ളതാണ്. അതൊക്കെ ഒരു വലിയ ഇതൊക്കെ ആയിട്ട് പറയാനായിട്ടാണെങ്കിൽ ഒന്നുമില്ല. അപ്പൊ എനിക്ക് അടുത്ത പറയാനുള്ളത്, ഈ പോയവർ അവർക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ഇത്രയും കിട്ടത്തില്ല. അവർ ഈ കുട്ടികളുടെ ഇത്രയും കണ്ടപ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. അവർക്ക് ആകെ ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ജീവിതം മൊത്തം നിരാശയിൽ അവർ നടക്കുകയാണ്. അപ്പോ അവര് വിചാരിക്കുന്നത് അച്ചുവിനെ ഞങ്ങൾ പൂട്ടിച്ചു, അച്ചുദാ തോറ്റോടി. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്റെ കസ്റ്റമേഴ്സാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എനിക്ക് എന്റെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് അടൂർ ഒലീവിയ ഇത്രയും പ്രശസ്തിയോടെ പോകുന്നത്. അതേപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള എന്റെ കസ്റ്റമേഴ്സാണ് അച്ചു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പോലും പ്രാപ്തരാക്കിയത്. അപ്പൊ അതുകൊണ്ട് ആ കസ്റ്റമർക്ക് എത്രത്തോളം ഇനി വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? കാരണം ഇന്നലെ വരെ എനിക്ക് ഇത്ര എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഹോസ്റ്റലിൻ്റെത്, ഇത്രയും പിള്ളേർക്ക് ഇത്രയും രൂപ സാലറി, പിന്നെ അതേപോലെ തന്നെ മറ്റ് എക്സ്പെൻസുകൾ, കറണ്ട് ബില്ല് 1 ലക്ഷം രൂപയൊക്കെ അത്ര കറണ്ട് ബില്ല് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണെന്നേ ഞാൻ ഇവർക്ക് 499 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇനി അത്രയും നിങ്ങൾ ഇത്രയും പേരോട് എനിക്ക് ഒഴിവാക്കി തന്നു. അത്രയും എമൗണ്ട് ഇതിൽ കുറച്ച് കഴിഞ്ഞ് ഇനി ഇതിലും റേറ്റ് കുറവ് കൊടുത്തൂടെ? അപ്പൊ എന്റെ കസ്റ്റമേഴ്സിനെ എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആക്കിക്കൂടെ? അവരാണ് എന്റെ വളർച്ചയ്ക്ക് പിന്നിൽ. അവരെ ഞാൻ ഇല്ലാതാക്കുമോ? അപ്പൊ എനിക്ക് നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും, ഈ വേൾഡിന്റെ ഓരോ ഭാഗത്തേക്കും ഒലീവിയെ എത്തിച്ചു തന്നതിന്, ഇത്രയും കസ്റ്റമേഴ്സിനെ ഇത്രയും വ്യൂസിനെ ദിനം പ്രതി എനിക്ക് ചെയ്തു തന്നതിന് എന്റെ ഏറ്റവും വലിയൊരു ഭാരമായിരുന്നു. കാരണം ഒരു സങ്കടമായിരുന്നു ഈ പിള്ളേരുടെ മുഖത്ത് നോക്കി നാളെ മുതലേ നിങ്ങൾ വരണ്ടെന്ന് പറയാനുള്ളത്. അത് നിങ്ങൾ ഈസി ആക്കി തന്നതിന് എല്ലാത്തിനും നിങ്ങളോട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോണ്ടാക്ടിന്റെ ആവശ്യമില്ല. അടൂർ വന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനം ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അവിടെ വന്ന് നിങ്ങൾക്ക് അന്നത്തെ ദിവസം ആ ചെലവിന്റെ എത്ര രൂപയുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ കാണാം. ഈ കുട്ടികളെ, പരാതിക്കാരായ കുട്ടികളെ ചേർത്ത് പിടിക്കാം, നിയമത്തിന്റെ വശത്ത് പോകാം, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ ക്രൂശിക്കാം. അപ്പൊ എല്ലാവരോടും നന്ദി. ഇനി നമുക്ക് മുന്നോട്ടുള്ള കളികൾ മീഡിയയിൽ കൂടെ അല്ല, ബാക്കിയൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും, സപ്പോർട്ട് ചെയ്തവരോടും എനിക്ക് സപ്പോർട്ട് ചെയ്തവരെക്കാട്ടി കൂടുതൽ നെഗറ്റീവ് കാണിച്ച് ഒലീവിയെ പബ്ലിസിറ്റി ചെയ്തു തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി. ഒരാളോടും ദേഷ്യവും ഇല്ല, വെറുപ്പും ഇല്ല, ഒന്നുമില്ല, സ്നേഹം മാത്രം.